Good morning, Malayalis and friends, lawyers, judges, if anybody is listening. ഞാൻ ഇത് മലയാളത്തിൽ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഞാൻ യൂട്യൂബിൽ പല പ്രാവശ്യം ഒരു 10 മണിക്കൂറോളം അമേരിക്കയിൽ നടക്കുന്ന കളികളെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 30,000-30,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓർഡിനറി ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത്ര മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഞങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. അതുകൊണ്ടാണ് ഇത് മലയാളത്തിൽ എനിക്ക് അറിയുന്ന മലയാളത്തിൽ ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേണ്ടത് ഇത് കണ്ടു കഴിഞ്ഞ ശേഷം ഒരു തംസ് അപ്പ് എന്ന് പറഞ്ഞൊരു സൈനുണ്ട്, ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും. ബിക്കോസ് അമേരിക്കയിൽ നടക്കുന്ന അഭ്യാസത്തെ പറ്റി ലോകം അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിരുന്നെങ്കിൽ മാത്രമേ അവിടെ ട്രൂ അമേരിക്കയെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ഞാൻ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഹൈസ്കൂളിലാണ് കേരളത്തിലെ 1956 പഠിച്ച് പാസ്സായി ബോംബെക്ക് പോയി കുറച്ച് നാൾ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം എന്നെ ഒരു ലോയർ ഡൽഹിക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ കുറച്ച് 2-3 മാസം വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ജോലി കിട്ടി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട്. അന്നത് ബിർളയുടെ ഒരു കമ്പനി ആയിരുന്നു, പ്രൈവറ്റ് കമ്പനി, ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഞാൻ അവിടെ ഒരു 7 കൊല്ലത്തോളം ജോലി ചെയ്തു ഡൽഹിയിൽ. ആ സമയത്ത് ഞാൻ എൻ്റെ BA ഡിഗ്രി എടുത്തു, പ്രൈവറ്റ് ഈവനിങ്ങിൽ ക്ലാസ്സിൽ പോയിട്ട്. അത് കഴിഞ്ഞ് ഒരു 3 കൊല്ലം ലോയ്ക്ക് പഠിച്ചു, LLBക്ക്. ആ സമയത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഭാര്യയെ വിവാഹം കഴിക്കുകയും ഞങ്ങൾ ആദ്യം ഷീബൻ, അതിനുശേഷം ഞാനും കൂടി ഇംഗ്ലണ്ടിലേക്ക് പോയത്. അന്ന് കാലത്തൊക്കെ അമേരിക്കയെ പറ്റി ആൾക്കാർക്ക് അത്ര അറിയില്ല. ബിക്കോസ് എല്ലാവരും പോകുന്നത് ഇംഗ്ലണ്ടിലേക്കാണ്. ഇംഗ്ലണ്ട്, അവിടെയാണ് മഹാത്മാഗാന്ധിയും നെഹ്റു ഒക്കെ പഠിച്ചത്. ആ രാജ്യത്തേക്ക് പോയി. ഞാൻ പോകുന്നതിന് മുമ്പ് പാർട്ട് ടൈമായിട്ട് ഇന്ത്യയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഒരു ഡോക്ടർ തേജ സിംഗ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലും കുറച്ച് നാൾ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാൻ കാരണം ഐ വാണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഞാൻ അമേരിക്കയ്ക്ക് പോയത്. അന്ന് ഒരു അമേരിക്കയെ പറ്റി ലിറ്റിൽ നോൺ അറ്റ് ദാറ്റ് ടൈം, പീപ്പിൾ നോ അമേരിക്ക, ബട്ട് നോബഡി അന്ന് പോയിട്ടില്ല അമേരിക്കയിൽ അത്ര അധികമായിട്ട്. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു 7 കൊല്ലം പോസ്റ്റൽ ജോലി ചെയ്തു, പോസ്റ്റൽ ടെലിഗ്രാഫ് ഓഫീസറായിട്ട്. അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 2 കമൻഡേഷനും ക്യാഷ് അവാർഡും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ഞാൻ കുറേ കള്ളന്മാരെ പിടിച്ചു, ഒരു അവാർഡ് പോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കിട്ടി. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ആദ്യത്തെ ഭാര്യയും, ഞങ്ങൾക്ക് 3 പെൺമക്കളായിരുന്നു ഇംഗ്ലണ്ടിൽ ജനിച്ചത്. എൻ്റെ മൂത്ത മകളുടെ പേര് ആഷ്ലിൻഡ് റോസ്ലിൻഡ്, ഇപ്പോഴത്തെ പേര് റോസ്ലിൻഡ് ഐനർ എന്നാണ്. രണ്ടാമത്തെ മകൾ ഒരു ആക്ട്രസ്സാണ് ഹോളിവുഡിൽ, അവളുടെ പേര് ആൻ ടെലക്കോട്ടു. എൻ്റെ മൂന്നാമത്തെ മകൾ, അവൾ ഗവൺമെൻറ്റിലെ ടോപ്പ് സീക്രട്ട് സ്ഥലത്ത് ജോലിയായിരുന്നു, സെൻട്രൽ ഇൻ്റലിജൻസിൽ, അമേരിക്കൻ ആർമിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവളൊരു പ്രൈവറ്റായിട്ടൊരു എയറോസ്പേസ് കമ്പനിയിലെ ചെയർമാനാണ്. സോ ഇതൊക്കെ എൻ്റെ മക്കളെ പറ്റിയുള്ള. ഒരു മകൻ, എൻ്റെ വേറൊരു മകനുണ്ട്, അവൻ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസ് ഒരു ലോയറാണ്, ഹേസ്റ്റിങ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ്റെ JD എടുത്തതാണ്. വേറൊരു മകനുള്ളത് ടാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂസ് ഇൻ പ്രൈവറ്റ് പ്രാക്ടീസ്, ഈസ് എ ഡോക്ടർ. ഇതാണ് എൻ്റെ ഫാമിലി ലൈഫ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന അഭ്യാസമാണ്.
ആ അഭ്യാസം അറിയണമെങ്കിൽ ലോയേഴ്സ്, ഇഫ് എനി ഓഫ് യു ആർ ലോയേഴ്സ്, ലിസണേഴ്സ്, ജഡ്ജസ്, ലോ സ്റ്റുഡൻസ്, ദിസ് വിൽ ബെനിഫിറ്റ് ഓൾ ഓഫ് യു. നിങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ അനുഭവങ്ങൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കി, അതിൻ്റെ പേര് ദ ഫെയ്റ്റ് ഓഫ് ദി ഡ്രീമേഴ്സ്. ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ വലിയ ഡ്രീമും കൊണ്ട് അമേരിക്കയിൽ ചെല്ലുക എല്ലാവരും. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഡയറക്ടറായിരുന്നു, വലിയ ഹോസ്പിറ്റലിൽ. ഞാൻ AT&T എന്ന് പറഞ്ഞ കമ്പനിയിൽ ലേറ്റർ ഐ ബിക്കെയിം എ ലീഗൽ അനലിസ്റ്റായി. അവരുടെ മൊണോപ്പൊളീസ് ഡിവിഷനിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടായി. അതിന് പോകുന്നതിന് മുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ഫസ്റ്റ് ദിവസം അമേരിക്കയിൽ വന്ന അന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോയൊരു കമ്പനിയിൽ, ആ കമ്പനിയുടെ പേരാണ് മിച്ചിഗൻ ബെൽ ടെലിഫോൺ കമ്പനി. അത് അന്ന് AT&T എന്ന് പറയുന്ന കമ്പനിയുടെ 22 ബ്രാഞ്ചസ്, ഓർ നോട്ട് ബ്രാഞ്ചസ്, സബ്സിഡിയറീസ്. അതിൽ ഒരെണ്ണമാണ് മിച്ചിഗൻ ബെൽ എന്ന് പറയുന്നത്. മിച്ചിഗൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോൾഡ് പ്ലേസ്. അന്ന് 18 ഇഞ്ചും 20 ഇഞ്ചൊക്കെ സ്നോ പെയ്യും. ഞാൻ അവിടെ ചെന്ന് അന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി ഈ കമ്പനിയിൽ ഇൻ്റർവ്യൂക്ക് പോയി. ഞാൻ എല്ലാ ടെസ്റ്റും പാസ്സായി. അവർ അന്ന് തന്നെ എന്നെ ഹയർ ചെയ്തു. ബട്ട് ഐ ടു വെയിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അന്ന് തന്നെ സെയിം ഡേ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവരൊന്നും ഇല്ലാണ്ട് അവരെടുത്തു തന്നെ. സോ ടെക്നിക്കലി ആദ്യം ചെന്ന അന്ന് തന്നെ ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ഇന്ത്യയിൽ പറയും പാൻ കാർഡ് എന്നോ അല്ലെങ്കിൽ ആധാർ കാർഡ് എന്ന് പറയും. അതുപോലൊരു നമ്പർ, അത് ഗവൺമെൻറ്റിന് കിട്ടണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ എംപ്ലോയേഴ്സ് ആ നമ്പറിൽ പഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേ തരാൻ പറ്റുള്ളൂ. അവിടുത്തെ ലോ ആണ്. സോ എനിക്ക് ഈ കാർഡ് വിത്തിൻ 10 days ഓർ ലെസ് ദാൻ ദാറ്റ് എൻ്റെ കാർഡ് കിട്ടി. ഈ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എന്ന് പറയും. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരു ക്ലർക്കായിട്ടാണ്, വെറും ഒരു ക്ലർക്ക്. അപ്പോൾ എനിക്കറിയില്ല, വലിയ കമ്പനികളിലൊക്കെ അവർ നമ്മളെ റിമോട്ട്ലി വാച്ച് ചെയ്യുമെന്ന്. അവർ നമ്മളോടൊന്നും പറയില്ല. അവർക്ക് ക്യാമറയൊക്കെ ഉണ്ട്. അവർ നമ്മൾ സംസാരിക്കുന്ന മുതൽക്ക് അവിടെ റെക്കോർഡ് ചെയ്യും. എനിക്കൊന്നും അറിയില്ലായിരുന്നു, നമുക്ക് ഈ പണിയൊന്നും ഇല്ലല്ലോ, ഈ സ്പൈ വർക്കൊന്നും അന്നില്ല. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ 6 മാസം അവിടെ ജോലി ചെയ്തപ്പോൾ എൻ്റെ ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ് കം ഹിയർ. ഞാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യാറുന്നു, നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, വർക്ക് ഹാബിറ്റ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക്, ലോട്ട് ഓഫ് തിങ്സ്. വി വാണ്ട് ടു പ്രൊമോട്ട് യു, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു മാനേജ്മെൻറ്റിലേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബിക്കോസ് ഈ ഇമ്മീഡിയറ്റ് ബോസിനെ നമ്മുടെ പേഴ്സണൽ ഫയൽ കിട്ടില്ല, അത് സെൻട്രൽ പേഴ്സണലാണ് വയ്ക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ സെക്രട്ടറി ആയി വർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂ ഇന്ത്യയിൽ, ഇംഗ്ലണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ വാസ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ബോസ് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, യു വാണ്ടഡ് ടു ബി കൺസിഡർഡ് ആസ് എ സെക്രട്ടറി. അയാൾ പറഞ്ഞു, കമ്പനിയിൽ 600 സെക്രട്ടറിമാരൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പോൾ എന്നെ ആദ്യത്തെ മെയിൽ സെക്രട്ടറി ആയി എടുത്തു. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറിൻ്റെ ടെസ്റ്റ് തന്നു. അത് ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ഫിനിഷാക്കി. അത് കഴിഞ്ഞ് എന്നെ ഒരു മെയിൽ ബോസിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു ഇൻ്റർവ്യൂക്ക് വേണ്ടി. നോ നോ നോ, ഐ ഡോണ്ട് വാണ്ട് എ മാൻ. എനിക്ക് എൻ്റെ ഒരു മനുഷ്യനാണ് വേണ്ട എൻ്റെ സെക്രട്ടറി, എനിക്ക് പെണ്ണാണ് വേണ്ടത്. അമേരിക്കൻ നിയമപ്രകാരം അതിന് സെക്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ഇയാൾ 4 ലെവൽ അപ്പാണ്, ഡിവിഷൻ മാനേജറാണ്, വെൽബറാണ്. അപ്പോൾ സെൻട്രൽ പേഴ്സണൽ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മിസ്റ്റർ ഡേവിഡിനെ എടുത്തേ പറ്റുള്ളൂ, ഈ കമ്പനിക്ക് ഡിസ്ക്രിമിനേഷൻ പാടില്ല, ആൻഡ് ഹീ ഈസ് ക്വാളിഫൈഡ്. അങ്ങനെ ഇവൻ വില്ലി എന്നെ ഹയർ ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ടു ഡു മൈ ജോബ്.
നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ആക്ച്വൽ സിറ്റുവേഷൻ. അവരുടെ ജോബ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ എം എ മാൻ. ഹി വാണ്ട്സ് യങ് ഗേൾസ് ഫോർ വാട്ട് എവർ പർപ്പസ്. യു ക്യാൻ അസ്യൂം. അമേരിക്കയിൽ അന്നും ഇന്നും ഇനി വരുന്ന കൊല്ലങ്ങളും ആയിരക്കണക്കിന് കൊല്ലങ്ങളും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. They want to use women, young girls. So he doesn't want a male secretary. After 3 or 4 days he says, you are not fit to do my job. അത് കഴിഞ്ഞ് ഇവൻ എന്നെ ഞാൻ വന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ തിരിച്ചയച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ പറഞ്ഞു, ഓ ദിസ് ഈസ് വെരി അൺഫെയർ മിസ്റ്റർ ഡേവിഡ്, യു ഷുഡ് ഗോ ആൻഡ് മേക്ക് എ കംപ്ലൈൻറ്റ്. അവിടെ പോയി അവിടെ കമ്പനിയിൽ തന്നെ ഒരു ഇൻറ്റേർണൽ EEO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് ഈ കറുമ്പനും വിളമ്പനുമായിട്ട് ഫൈറ്റാണ്. ദാറ്റ് കണ്ടിന്യൂഡ് ഓൾ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് അമേരിക്ക. ഇറ്റ് വിൽ കണ്ടിന്യൂ ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദി എൻഡ് ഓഫ് ദ വേൾഡ്. സോ അവർ പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, യു ഗോ ആൻഡ് see the central personnel and tell them there is a problem. ഞാൻ അവിടെ പോയപ്പോൾ നോട്ട് സെൻട്രൽ പേഴ്സണൽ, EEO, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫീസ്, അവർ പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, ഞങ്ങൾക്ക് ഇയാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇയാൾ 4 ലെവൽ അപ്പാണ്. സോ ഫസ്റ്റ് ലെവൽ മാനേജർക്ക് പോയിട്ട് 4th ലെവൽ മാനേജറെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവരോട് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു, യു ഗോ ഔട്ട് സൈഡ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. അതിനാണ് EEOC എന്ന് പറയുന്നത്, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ. ആ കമ്മീഷനെ US ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത് റിസോൾവ് ചെയ്യാൻ പറയും. അവർ പോയി ചെന്ന് അവർ കമ്പനിയിൽ ഉടനെ വന്നു, ഇൻവെസ്റ്റിഗേഷൻ വന്നു, ഇൻവെസ്റ്റിഗേറ്റഡ്. അത് കഴിഞ്ഞ് ഈ എംപ്ലോയർ ഗിൽറ്റിയാണ്, സെക്സ് ഡിസ്ക്രിമിനേഷൻ അവർ തീരുമാനിച്ചു. അങ്ങനെ എംപ്ലോയർ അറിയിച്ചു, യു കമ്മിറ്റഡ് എ വയലേഷൻ ഓഫ് ദ EEO ലോസ്, സോ യു ഹാവ് ടു റീഇൻസ്റ്റേറ്റ് മിസ്റ്റർ ഡേവിഡ് ആൻഡ് പേ ഹിം കോമ്പൻസേഷൻ. എനിക്ക് കോമ്പൻസേഷൻ തരണമെന്നും എന്നെ തിരിച്ചിടണം. മനസ്സിലാക്കണം, ഞാനൊരു പുതിയ ആളാണ് അമേരിക്കയിൽ, ആദ്യമായി വന്നിട്ട് 6 മാസം ജോലി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കമ്പനി എന്നെ തിരിച്ച് വേറെ ഒരു 4 മാനേജേഴ്സ് വർക്ക് ചെയ്യാൻ അയച്ചു. എനിക്ക് കോമ്പൻസേഷൻ ആയിട്ടുണ്ടോ, സെറ്റ് നോമിനൽ കോമ്പൻസേഷൻ അതെന്തോ. ഒരു ജർമ്മൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു, ഒരു ഫ്രഞ്ചുകാരൻ്റെ കൂടെ ജോലി ചെയ്തു, ഒരു അമേരിക്കൻ വൈറ്റിൻ്റെ കൂടെയും ഒരു അമേരിക്കൻ ബ്ലാക്കിൻ്റെ കൂടെയും. ഒരു 4 ആൾക്കും ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദേ വർ വെരി ഹാപ്പി വിത്ത് മീ ആൻഡ് ദേ സെഡ്, ദിസ് ഗായ്, ഇയാൾ ഓവർ ക്വാളിഫൈഡ് ആണ് ഈ ജോബിന്. അങ്ങനെ ഈ വൈറ്റ് ബോസ്, ജർമ്മൻ, ഫ്രഞ്ച്, അമേരിക്കൻ ബ്ലാക്ക് ആൻഡ് അമേരിക്കൻ വൈറ്റ്, അയാളുടെ പേര് ഹാങ്ക് ഹാഡ്സൺ ആണ്. അയാൾ പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, കം ഓവർ ഹിയർ. 2 തരത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും കമ്പനിയിൽ. ഒന്ന്, നിങ്ങൾ സെൽഫ് നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3 ദിവസത്തെ ഒരു എക്സ്റ്റൻസീവ് ഇൻ്റർവ്യൂ ആണ്. അതൊക്കെ ഒരു റിമോട്ട്ലി വാച്ച് ചെയ്യും. 5 മൈൽ അകലെ ഇരുന്നിട്ടാവും അവിടെ നടക്കുന്ന നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹൗ യു ഹാൻഡിൽ ഇൻ ബാസ്ക്കറ്റ്, ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ്, ലോട്ട് ഓഫ് ഏരിയാസ്. 10 ഏരിയയിൽ അവർ നമ്മളെ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ 10 ഏരിയയിൽ എനിക്ക് 10ൽ 10 മാർക്ക് കിട്ടി. അപ്പോൾ കമ്പനിയുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ട് ഒരാൾക്ക് ടോപ്പ് മാർക്ക് കിട്ടുകയാണെങ്കിൽ അയാളെ പിടിച്ച ഉടനെ തന്നെ 3 കൊല്ലത്തെ ഇൻറ്റൻസീവ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിന് പറഞ്ഞയക്കണം, പ്രൊമോട്ട് ചെയ്തിട്ട് പറഞ്ഞയക്കണം എന്നാണ് കമ്പനിയുടെ റൂള്. എൻ്റെ കേസിൽ അവർ എൻ്റെ ടെസ്റ്റ് റിസൾട്ടും അവർക്ക് തരില്ല. മനസ്സിലാക്കണം, അമേരിക്കയിലെ കമ്പനിയാണ്, വലിയ ജയൻറ്റ് കമ്പനിയാണ്. AT&T എന്ന് പറഞ്ഞാൽ ദ ബിഗസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി. അവർക്ക് വേറൊരു പണിയുണ്ട്, സ്പൈ വർക്ക്. ഓരോ രാഷ്ട്രങ്ങളിലും അവിടെ പോയി കഴിഞ്ഞ് ഇവരുടെ 8 കാലി വല വെച്ചിട്ട് അവിടുത്തെ രഹസ്യങ്ങൾ എടുക്കുന്ന ഒരു പണിയുണ്ട്.
അത് അവരെ പറ്റി ലോകത്തിനറിയാം. അവരാണ് 44 വേൾഡ് ലീഡേഴ്സിനെ ബഗ് ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ. എനിക്കിതൊന്നും അറിയില്ല. ഇവരെന്നെ പ്രൊമോഷൻ തരൂല്ല, ഈ 3 കൊല്ലത്തെ ട്രെയിനിങ്ങിനും അയക്കില്ല. ഞാൻ 1 കൊല്ലം വെയിറ്റ് ചെയ്തു. അവസാനം ഞാൻ ഗതി കെട്ടിട്ട് പേഴ്സണൽ ഓഫീസറെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു, എൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, യു ഗോട്ട് ഹൈ സ്കോർ, ടോപ്പ് സ്കോർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ യു ആർ നെവർ പ്രൊമോട്ടബിൾ. എന്നെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ പറ്റി, കമ്പനിയെ പറ്റി മുമ്പൊരു ഡിസ്ക്രിമിനേഷൻ കേസ് കൊടുത്തുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ മിണ്ടില്ല. മീൻസ് ഞാൻ ഇവരെ പറ്റി, അവരെന്നെപ്പറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തത് കൊണ്ട് അതിനൊരു റിറ്റാലിയേഷൻ ആയിട്ടാണ് ഇവർ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് പറയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ പേരിൽ 2ാമതൊരു ചാർജ് ഫയൽ ചെയ്തു ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷനിൽ. ഇറ്റ്സ് എ റിറ്റാലിയേഷൻ ഫോർ ഫയലിംഗ് എ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് ദം പ്രീവിയസ്ലി. ഇതിന് മുമ്പായിട്ട് ഞാൻ ഇവരുടെ പേരിൽ ഈ ഡിസ്ക്രിമിനേഷൻ കൊടുത്തത് കൊണ്ട് അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്ന ആളുകൾ. ആ നേരത്ത് എൻ്റെ പുതിയൊരു മാനേജര് ഒരു സ്ത്രീയാണ്. എനിക്കറിയില്ലായിരുന്നു അവൾ US അറ്റോർണിയുടെ വൈഫാണെന്നുള്ളത്. മനസ്സിലാക്കണം, കളി കളിയണം അവരുടെ ടോപ്പ് ലെവൽ സീക്രട്ട് അതൊക്കെ. അപ്പോൾ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് എന്നെ തട്ടാൻ വേണ്ടി ജോലിയിൽ. അപ്പോൾ ആദ്യമായി തന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന 2 ക്ലർക്കുമാരുണ്ട്, എൻ്റെ കീഴ് വർക്ക് ചെയ്യുന്നത്. അവരെ പിടിച്ച് വേറൊരുത്തിലേക്ക് മാറ്റിയിട്ട് എന്നോട് അവരുടെ ജോലി ചെയ്യാൻ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റാണ്, മൈ ജോബ് ഈസ് നോട്ട് ടു ഡു ദ ക്ലറിക്കൽ വർക്ക്, ഐ ഗോട്ട് അതർ തിങ്സ്. സോ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഈ പെണ്ണിൻ്റെ ഫോട്ടോ അയാളുടെ ടേബിളിൽ ഇരിക്കാം, ഈ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇത് കഴിഞ്ഞാൽ ഭർത്താവിനോട് ഭാര്യയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ ചെന്ന വഴിക്ക്, ലഞ്ച് കഴിഞ്ഞ് ചെന്ന വഴിക്ക് എൻ്റെ ബോസ് വിളിച്ചു, ഈ പെണ്ണ്, ഈ US അറ്റോർണിയുടെ വൈഫ്. അങ്ങോട്ട് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, ഞങ്ങൾക്ക് ഒരു ഓഫറുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. AT&T എന്ന് പറയുന്നത്, AT&T ഇത് ഈ കമ്പനിയുടെ പേരൻറ്റ് കമ്പനിയാണ്. അവിടെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഒർലാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഫ്ലോറിഡയിലെ വലിയ ടൂറിസ്റ്റ് സെൻ്ററാണ് ഇപ്പോഴത്തെ. അവിടെയാണ് ഡിസ്നി വേൾഡും ഓൾ ദി അട്രാക്ഷൻസ്. ഞാൻ അവിടെ ചെന്നു. ഒരു 3 മണിക്കൂറോളം ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ ചെന്നു. അവരെന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. മിസ്റ്റർ ഡേവിഡ്, കൺഗ്രാറ്റുലേഷൻസ്, യു ക്യാൻ സ്റ്റാർട്ട് ഓൺ മൺഡേ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഈ കമ്പനിയുടെ നയപ്രകാരം ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ തരണം വരും. ഒന്നാമത് എൻ്റെ വീട്, ഡിട്രോയിറ്റിലുള്ള വീട് വിൽക്കണം. എൻ്റെ 2 കാറുണ്ട്. ആ 2 കാറും ഫർണിച്ചറും ഒക്കെ ഈ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതൊക്കെ ഇവർ ചെയ്തു, എല്ലാം ചെയ്തു. എൻ്റെ വീട് വിറ്റു, അതിൻ്റെ പൈസ തന്നു. എൻ്റെ 2 കാറും ഹൗസ് ഹോൾഡ് ഗുഡ്സും ഒക്കെ ഫ്ലോറിഡയിലേക്ക് അയച്ചു. ഞാൻ അവിടെ ചെന്നൊരു 5 ബെഡ്റൂമുള്ള ഒരു വീട്, എയർ കണ്ടീഷൻഡ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ആ വീട് വാങ്ങി. അപ്പോൾ എൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കമ്പനിക്ക് 5 കൊല്ലം വർക്ക് ചെയ്യണമെന്നാണ്, AT&T എന്ന് പറഞ്ഞ കമ്പനിക്ക്. അപ്പോൾ എൻ്റെ കൂടെ 1500 ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഗവൺമെൻറ് ഈ കമ്പനിയുടെ മൊണോപ്പൊളി തകർക്കാൻ വേണ്ടി ഒരു ആൻറ്റി ട്രസ്റ്റ് കേസ് കൊണ്ടുവന്നു. US ഗവൺമെൻറ് ഈ കമ്പനീനെ തകർക്കണം, ബിക്കോസ് ഇവരാണ് സോൾ മൊണോപ്പൊളിസ്റ്റ് അറ്റ് ദാറ്റ് ടൈം ഇൻ അമേരിക്ക. ഇവരുടെ സ്വന്തം ഒറ്റ കമ്പനിയുള്ളൂ, ടെലികമ്മ്യൂണിക്കേഷൻ. അന്ന് ഈ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല ഇന്നത്തെ പോലെ. അങ്ങനെ അപ്പോൾ ആ കേസിൽ വർക്ക് ചെയ്യാണ് എൻ്റെ ജോലി. ഈ 1500 ആൾക്കാരുടെ കൂടെ ഞാൻ മാത്രമേ ഒരു ഒറ്റ ഇന്ത്യക്കാരനുള്ളൂ, മലയാളിയുള്ളൂ. ഓൺലി പേഴ്സൺ ഇൻ ദ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ മൊണോപ്പൊളീസ് ഡിവിഷൻ എന്ന് പറയും. സോ വി വർ ഓൾ ഹാപ്പി. അങ്ങനെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ജൂനിയർ ആയതുകൊണ്ട് എനിക്ക് എവറി 6 മന്ത്സിൽ സാലറി ഇൻക്രീസ് കിട്ടും, മെറിറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൺഡേ മോർണിംഗിൽ 2.5 കൊല്ലം കഴിഞ്ഞു.
എന്നെ വിളിച്ച ഒരു കമ്പനി ഒരു $5000 മെറിറ്റ് ഇൻക്രീസ് എവറി 6 months കിട്ടുന്നത് തന്നു. $5000 മൈ മെറിറ്റ് ബിക്കോസ് ദാറ്റ് ഗോസ് അപ്പ് മൈ സാലറി. ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതും തന്നു. അത് കഴിഞ്ഞ് സോ വി വർ ഓൾ ഹാപ്പി, വി ആർ ഗെറ്റിംഗ് എ ഗുഡ് സാലറി, വെൽ ഓഫ്, ഫൈനാൻഷ്യലി. മൈ വൈഫ് ഹു ഈസ് എ രജിസ്റ്റേർഡ് നേഴ്സ്, അവൾ ജോലി ചെയ്യുന്നില്ല. എൻ്റെ അന്ന് മക്കൾക്കൊക്കെ ഇളയ മകനെ, അവൻ ഡോക്ടറാണ്, അവൻ അന്ന് 3 വയസ്സായിരുന്നു. പിന്നെ എൻ്റെ 3 പെൺമക്കൾക്ക്, ഒരാൾ 7, ഒരാൾ 9, ഒരാൾ 11. എൻ്റെ ഫാദറും വന്നിട്ടുണ്ട് അമേരിക്കയിൽ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് അമേരിക്കൻ ലൈഫിന് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ദിവസവും അവർ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറയുന്നത് എന്താണെന്ന്. ഇവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞു എന്ന് വരില്ല. ബിക്കോസ് ഇവിടെ വിചാരിക്കുന്ന അമേരിക്ക ഒരു സ്വർഗമാണെന്നാണ്. ആ സ്വർഗത്തിൽ നടക്കുന്ന സംഗതികൾ ലോകത്തിന് അറിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അമേരിക്ക സ്വർഗമല്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ഈ $5000 ശമ്പളം കിട്ടി. വെള്ളിയാഴ്ച ഈ മിച്ചിഗൻ ബെല്ലിലെ മാനേജർ ഒർലാൻഡോയിലേക്ക് വരികയാണ്, ഡിവിഷൻ മാനേജർ. എന്നോട് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ് 35,000 ചെക്ക് എന്നാ പിടിച്ചോ, നീ ജോലി ക്വിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി ക്വിറ്റ് ചെയ്യേണ്ട, ഞങ്ങൾ ചിൽഡ്രനൊക്കെ സ്മോൾ ചിൽഡ്രനുള്ള ഒരുപാട് ബെനിഫിറ്റുകളാണ് കമ്പനിയിൽ. അത് കമ്പനി തന്നെ 6% ഞങ്ങളുടെ പെൻഷനിലേക്ക് തരും. ഫ്രീ ടെലിഫോൺ, ഡെൻ്റൽ, മെഡിക്കൽ, ലൈഫ് ഇൻഷുറൻസ്, ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. സോ ഐ സെഡ് ഐ ഡോണ്ട് വാണ്ട് സർവീസ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ പിന്നെയും വിളിച്ചു എന്നെ. വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ് കം ടുമോറോ, നാളെ ഒരു മീറ്റിങ്ങിന് വരണം, നിങ്ങളുടെ ഭാര്യയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അമേരിക്കയിൽ നിന്ന് ഈ കമ്പനിയുടെ സൗദി അറേബ്യയിൽ ബ്രാഞ്ചസ് ഉണ്ട്, സൗദി അറേബ്യ. അപ്പം ഇവർ അവിടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 ഇരട്ടി അവിടെ തരും സൗദി അറേബ്യയിൽ. അപ്പോൾ ഈ വീടിനടുത്തായി 2 മണിക്കൂർ 3 മണിക്കൂർ ഫ്ലൈറ്റ് വേണോ, 25 മണിക്കൂർ പ്ലെയിനിലിരിക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ വിളിക്കുന്നത്, എൻ്റെ ഡിവിഷൻ മാനേജർ വിളിക്കുന്നത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനാവും. എന്തിന്? അമേരിക്കയിൽ അല്ലാതെ സൗദിയിൽ കള്ള് കുടിക്കാൻ പാടില്ല, പറഞ്ഞിട്ട് നടക്കണം പെണ്ണുങ്ങൾ, അങ്ങനെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിട്ട് പറയാനാണെന്ന് ഞാൻ വിചാരിച്ച് ഞാനും എൻ്റെ ആദ്യത്തെ ഭാര്യയും കൂടി ഒരു മീറ്റിങ്ങിന് പോയി. അതെവിടെയാണ് മീറ്റിങ്? ഡിസ്നി വേൾഡിലാണ്. അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ താമസിക്കുന്നത്, അവിടേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നു. ഇയാൾ പറഞ്ഞു, മിസ്റ്റർ ഡേവിഡ്, ഞാൻ ഇന്നലെ $35,000 ഓഫർ ചെയ്തത്, ഞാനത് $45,000 തരാം, നിങ്ങൾ ജോബ് ക്വിറ്റ് ചെയ്യോ എന്ന് ചോദിച്ചു. and അയാൾ പറഞ്ഞു 10 മിനിറ്റ് ടൈം തരാം, ഞാൻ പുറത്തു പോയി വരാപ്പോഴേക്കും നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ്, $5,000 ശമ്പളം കൂട്ടി തന്ന ആളാണ്. ഇയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ വൈഫും പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾ സ്മോൾ ചിൽഡ്രൻ ഉണ്ട്. അതുകൊണ്ട് ഇയാൾ എഴുന്നേറ്റ് പറയാണ്, മിസ്റ്റർ ഡേവിഡ് യു ആർ ഫയർഡ്. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ വല്ല കുറ്റം ചെയ്തിട്ടാണോ? ഞാൻ ഒരു യാതൊന്നും ചെയ്യാതെ കണ്ട് ഫുള്ളി സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് കിട്ടിയ എംപ്ലോയിക്ക് $5,000 തിങ്കളാഴ്ച ശമ്പളം കൂട്ടി തന്ന എംപ്ലോയിനെ യാതൊരു കാരണമില്ലാതെ ഇയാൾ ഫയർ ചെയ്യുക. ഇതാണ് അമേരിക്കയിലെ സൂക്കട്. അവർക്ക് പറ്റിയില്ലേ, അവർക്ക് ആളെ ഗെറ്റ് റെഡി ചെയ്യണം, അല്ലെങ്കിൽ അവർ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ പല കൗശലങ്ങളും കൊണ്ടുവരും, പല ട്രിക്കുകൾ. കഴിഞ്ഞിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നേയുള്ളൂ. അങ്ങനെ അപ്പോൾ എൻ്റെ ഫാദറുണ്ട്, 4 പിള്ളേരുണ്ട്, മൈനർ ചിൽഡ്രൻ. വൈഫ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ നല്ലൊരു നൈസ് വീട്ടിൽ താമസിക്കുകയാണ്. എങ്ങനെ പിന്നെ ജീവിക്കും? അവിടെ അമേരിക്കയിൽ സാധാരണ എംപ്ലോയീസിന് എല്ലാ ആഴ്ചയിലും ശമ്പളം, നോട്ട് ലൈക്ക് മന്ത്ലി. ഇന്ത്യയിലുള്ള ഇന്ത്യ അല്ല, മന്ത്ലി അല്ല, വീക്ക്ലി. മാനേജ്മെൻറ്റിന് 2 ആഴ്ച വീതം കഴിയുമ്പോഴാണ് ശമ്പളം കിട്ടുക, സാലറി.
ഇവിടെ ജോർജ് കുട്ടി ഇല്ലാണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ബില്ല് കൊടുക്കണം, കാർ പേയ്മെൻ്റ് ഉണ്ട്, പെട്രോളിന് ഓടണം, ഇലക്ട്രിസിറ്റി ഓടണം, ലോട്ട് ഓഫ് എക്സ്പെൻസസ് ലൈക്ക് ഇനി അത് അമേരിക്കൻ. മനസ്സിലായോ? പൈസ ഇല്ല, വൈഫ് ജോലി ചെയ്യുന്നില്ല, ഞാൻ വീട്ടിലിരിക്കുക, എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ ഫയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ കമ്പനിയുടെ മുമ്പിൽ പോയി ഒരു പിക്കറ്റ് ചെയ്യാൻ തയ്യാറായിച്ചു. അപ്പം ഞങ്ങൾ അതിനുള്ള പിക്കറ്റിങ്ങിനുള്ള സാധനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കമ്പനി അവരുടെ ഒരു അണ്ടർ കവർ ഏജൻ്റ് ഉണ്ട്, അവരുടെ പേര് ജെയിംസ് ആർ വില്യംസ് എന്നാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെ പറഞ്ഞയച്ചത് എന്നെ തട്ടാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ് ഞാൻ പിക്കറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്നെ തട്ടണം എന്ന് വെച്ചാൽ ഇവൻ ഗണ്ണ് എപ്പോഴും പോക്കറ്റ് വെച്ച് നടക്കുന്ന ആളാണ്. അന്ന് ഗണ്ണ് പോക്കറ്റ് വയ്ക്കുന്നൊരു പ്രശ്നമില്ല അന്ന്, ഇപ്പം ഒന്നും ക്യാരി ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവനെ പറഞ്ഞയച്ചത് ഒന്നോടെ എന്നെ തട്ടണം, അല്ലെങ്കിൽ എന്നെ ഈ പിക്കറ്റിങ്ങിന് പോകാണ്ടിരിക്കുകയാണ്. കമ്പനി നാറാൻ പോവുകയാണ്. അപ്പോഴേക്കും ഈ സംസാരം ചൂടായി കേട്ട് എന്നോട് ഹീറ്ററായി ആർഗ്യുമെൻ്റ് തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ കേട്ട് ഓടി വന്നു, എൻ്റെ മക്കൾ ഓടി വന്നു. അപ്പോൾ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനെ അറിയുന്ന ഇംഗ്ലീഷിൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പോയി. ഈ അണ്ടർ കവർ ഏജൻ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി അടുത്ത ദിവസം അവിടെ ഒരു പിക്കറ്റിംഗ് നടത്തി കമ്പനിയുടെ മുമ്പിൽ. ഇത് റിലവൻ്റ് ഇൻഫർമേഷനാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോഴേക്കും ടെലിവിഷൻകാരും ഒക്കെ വന്ന്, ന്യൂസ് പേപ്പറുകാരൊക്കെ വന്ന് ഇതൊക്കെ ടെലിവിഷനിലിട്ടു. ലിറ്റിൽ ഡേവിഡ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ മൈറ്റി ഗൊലായത്ത് എന്നാണ് അവരുടെ ഹെഡിങ് തന്നെ. ചാനൽ 2 ടെലിവിഷൻ, പിന്നെ ഒർലാൻഡോ സെൻറ്റിനൽ, അങ്ങനെ പല ന്യൂസ് പേപ്പറിലും ഈ കഥയൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കമ്പനിയോട് പറഞ്ഞു എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, ഞാൻ ഒന്നും കുറ്റം ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു യു ടേക്ക് ദ മണി, അതർവൈസ് വി വിൽ, ഈ തന്ന ഓഫറും വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനി നിയമപരമായിട്ട് ഒരു എംപ്ലോയിനെ ഫയർ ചെയ്താൽ അവന് 1 കൊല്ലം ജോലി ചെയ്തതിന് 1 മാസത്തെ സാലറി കൊടുക്കണം. 7 കൊല്ലം 8 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 മാസത്തെ സാലറി തരണം. പിന്നെ എൻ്റെ വീട് വിൽക്കണം എന്നാണ് ഇവരുടെ എഗ്രിമെൻറ്റ്. അവർ ആളെ ബയറുണ്ടോ ഇല്ലേ, കമ്പനി തന്നെ മേടിച്ച് ആ മാർക്കറ്റ് വാല്യൂ 3 അപ്രൈസേഴ്സ് വന്ന് അവർ അപ്രൈസ് ചെയ്യുന്നതിൻ്റെ ആവറേജ് പ്രൈസ് കമ്പനി തന്ന് വീട് മേടിക്കാമെന്നാണ് ഇവരുടെ എഗ്രിമെൻ്റ് ഉള്ളത്. കമ്പനി അത് ചെയ്യില്ല, വീട് വിൽക്കില്ല. എൻ്റെ ഈ 8 മാസത്തെ സാലറി ഒരു തരണ്ടാണ് തരില്ല. എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. എനിക്ക് പെൻഷൻ കിട്ടേണ്ടതാണ്. ഞാൻ പെൻഷന് വേണ്ടി ഞാൻ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കമ്പനിയിൽ. ഇവരൊന്നും ചെയ്യില്ല. ഇവർ എന്നെ കൊണ്ട് റിസൈൻ ചെയ്യിച്ചിട്ട് കേസില്ല എന്ന് പറയാനുള്ള പണിയാണ് ഇവരുടെ പ്ലാൻ. എനിക്ക് യാതൊരു മാർഗവുമില്ല ടു ഫീഡ് മൈ സ്മോൾ ചിൽഡ്രൻ. യു അണ്ടർസ്റ്റാൻഡ്? ദിസ് എ മേജർ കമ്പനി ഇൻ അമേരിക്ക, മേജർ. ഇവരുടെ കയ്യിൽ ടാക്ടിക്സ് മുകളിലുള്ള കള്ളത്തരം, എങ്ങനെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള സംഗതി കൊടുക്കാണ്ട് ഒപ്പിക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം. ഇതൊക്കെ നോക്കുമ്പോൾ ഈ അറബികളൊക്കെ എത്ര നല്ലവരാണ്. ഈ UAE എന്നൊക്കെ വരുന്ന ഡെയിലി നമ്മൾ ടെലിവിഷനിൽ കാണുന്നുണ്ട്. അവരുടെ എംപ്ലോയീസിന് പൈസ കൊടുക്കും. നിങ്ങളിവിടെ കുറ്റം ചെയ്താൽ മാത്രമേ അവർ നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യുള്ളൂ. അമേരിക്കയിൽ അങ്ങനെയല്ല. ഈ വലിയ കോർപ്പറേഷൻ ആകുമ്പോൾ ഇവരുടെ കളി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ തരാതെ കണ്ട് നിങ്ങളെ കോർട്ടിൽ നടത്തിക്കുക എന്നുള്ളതാണ്. ഞാനൊരു 38 കൊല്ലം അമേരിക്കൻ കോർട്ടിൽ ഇതിനെപ്പറ്റി ഫൈറ്റ് ചെയ്യും. കഴിച്ചിട്ടില്ല, അതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞ് സ്കിപ്പ് ചെയ്തു പോയി. അങ്ങനെ മാർഗമില്ലാതെ കണ്ടായപ്പോൾ ഈ മക്കൾക്ക് ഫീഡ് ചെയ്യണ്ടേ. ഫാദറും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ഫാദറും, വലിയ ഹൗസൊക്കെ ഉള്ളതാണ്. ഞാൻ ഈ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്ലെയിൻ എടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി. മിച്ചിഗനിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് അന്നും ഇന്നും. അപ്പോൾ അവിടെ ജോബ് കിട്ടാൻ ചാൻസ് ഇല്ല. ആ സമയത്ത് ഞാൻ ഇവരെ പിന്നെയും വിളിച്ചു, ഈ കമ്പനീനെ.
എനിക്ക് തരാനുള്ള ബെനിഫിറ്റ് തായോ. നോ 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 നോ, യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. എനിക്ക് മാർഗമില്ലാതെ കണ്ട് ഞാൻ ഒരു റിലീസ് സൈൻ ചെയ്തു. ആ റിലീസിന് പറയുന്നത് ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്തു. മനസ്സിലാക്കണം, എന്നെ ഫയർ ചെയ്ത് എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഫയർ ചെയ്ത് എന്നെ ഡിസ്മിസ് ചെയ്യാണ് കാരണമില്ലാണ്ട്. ഇപ്പോൾ ഞാൻ സൈൻ ചെയ്യുന്നത് എന്താണ്, ഞാൻ എൻ്റെ ജോലി സ്വയം മനസ്സാലെ രാജിവെക്കുന്നു. സോ ഞാനത് സൈൻ ചെയ്തു, പൈസ മേടിച്ചു. അപ്പോൾ ഒരു ലോയറെ വേണം ഇവർക്ക് ഇത് സൈൻ ചെയ്യാൻ. അപ്പോൾ $5000 ഇത് സൈൻ ചെയ്യുന്നതിന് അവന് കൊടുക്കണം. അതും കൊടുത്തു. അപ്പോൾ ഒരു 50,000 തന്നിട്ട് ഈ 45 തന്നെ ഓഫർ ചെയ്ത് ആ 45 എൻ്റെ കയ്യിലും തന്നു. 5000 ഈ ലോയർക്ക് വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ സൈൻ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഡൺ ഫ്രീലി, വോളണ്ടറിലി ആൻഡ് നോയിങ്ലി. ഐ എം സൈനിങ് ദ ഡോക്യുമെൻറ്റ് ലീഗലി പറയുകയാണെങ്കിൽ അണ്ടർ ഡുറസ്. അതിപ്പോൾ ഒരാൾ ഒരു ഗൺ കൊണ്ടുവന്നിട്ട് സൈൻ ചെയ്യണം ഈ ആധാരത്തിൽ എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആധാരം വാലിഡ് ആണോ? അല്ല. എല്ലാവർക്കും അറിയാവുന്ന കോമൺ സെൻസ് നോളജ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് EEOC എന്ന് പറയുന്ന ഈ ഏജൻസിയിൽ ഞാൻ മൂന്നാമത്തെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. എന്നെ റിറ്റാലിയേഷൻ ചെയ്തതുകൊണ്ടും പ്രീവിയസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തുകൊണ്ടും ഇവർ ഇല്ലീഗലായി ഫയർ ചെയ്തതാണ്. അപ്പോൾ കമ്പനിയുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇന്ത്യക്കാരെ പറയുന്നത് മൈനോറിറ്റി എന്നാണ്. ഫെഡറൽ ഗവൺമെൻറ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മൈനോറിറ്റി പീപ്പിൾ ഇൻ അമേരിക്ക. സോ ദേ കാൻ ടച്ച് മൈനോറിറ്റിയുടെ. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ലോ, US laws. സോ എന്നെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ള ആൾക്കാരെയും ഇതുപോലെ ഗെറ്റ് റെഡ് ചെയ്യാൻ ഈസിയാണ്. ചില അവർ വിചാരിക്കും പേടിച്ചിട്ട് ഡേവിഡിനെ ഫയൽ ചെയ്തു, അവൻ മൈനോറിറ്റിയെ ഫയൽ ചെയ്ത കാരണം അവരെയും ഫയൽ ചെയ്യും എന്നാണ് ഇവരുടെ മനസ്സിൽ ചിന്തിച്ചത്. അപ്പോൾ ഈ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സെറ്റിൽമെൻറ്റ് പ്രകാരം ഈ US ഗവൺമെൻറ്റും AT&T ആയിട്ടൊരു സെറ്റിൽമെൻറ്റ് നടന്നു. ആ സെറ്റിൽമെൻറ്റിൽ US ഗവൺമെൻറ് ഇവർ സമ്മതിച്ചു ഇവർ മൊണോപ്പൊളിയാണെന്നും ഇവർക്ക് പ്രോബ്ലമില്ല ഈ കമ്പനീനെ ബ്രേക്കപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ അണ്ടർ ദാറ്റ് ബ്രേക്കപ്പ് പ്ലാൻ, മൊണോപ്പൊളി ബ്രേക്ക് ചെയ്യുന്നതിന് ഈ കമ്പനികളുടെ 22 കമ്പനികളും became competitors among themselves. മനസ്സിലായോ? അവർ 3-4 കമ്പനിയെ പിടിച്ച് ഒരു കമ്പനിയാക്കി, വേറെ കമ്പനിയാക്കി, വേറെ 3-4 കമ്പനിയെ പിടിച്ച്, അങ്ങനെ ഒരു 4-5 കമ്പനികൾ സെപ്പറേറ്റ് ഉണ്ടാക്കി. സോ ദർ ഇസ് കോമ്പറ്റീഷൻ. അതാണ് ദ തിയറി. അമേരിക്കൻ ലോ പറയുന്നത് ഒരു കമ്പനിക്കും സോൾ മൊണോപ്പൊളിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. അതായത് ആൻറ്റി ഷെർമാൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ നമ്മുടെ നാട്ടിലും ഓൾ ഓവർ ദ വേൾഡിൽ ഈ കമ്പനികൾ, പല കമ്പനികൾ വന്ന് ആ ബെല്ലും ഈ ബെല്ലും, there are so many companies, MCI, I don't remember all the names. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിനൊക്കെ ഗെറ്റ് റെഡി ചെയ്യണം, അവർക്ക് ബെനിഫിറ്റ് ഒന്നും കൊടുക്കാണ്ട്. തന്തയ്ക്ക് ശരിയില്ലാത്തവരല്ല അവരെ, മനസ്സിലായോ? അല്ലെങ്കിൽ എംപ്ലോയീസിനെ കാരണമില്ലാണ്ട് ഫയർ ചെയ്തിട്ട് അവന് ബെനിഫിറ്റ് കൊടുക്കാണ്ടിരിക്കുമോ? അമേരിക്കയിലെ ബിഗസ്റ്റ് കമ്പനിയായി പറയുന്നത് ഈ അഭ്യാസം ഒപ്പിക്കുന്നത്. ഞാൻ ഇവരുടെ പേരിൽ EEOCയിൽ 3ാമത്തെ കംപ്ലയിൻറ്റ് കൊടുത്തു. ആ 3ാമത്തെ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവരെ നിയമപ്രകാരം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ഫയർ ചെയ്തു? ഇസ് എ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, വയലേഷൻ ഉണ്ടോ, ഇസ് എ റിറ്റാലിയേഷൻ, ഇതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് ഇവർ എഗ്രീസ് ചെയ്യും, മനസ്സിലായോ? കൈക്കൂലി കൊടുക്കും. ഇൻഡയറക്റ്റ്ലി അല്ല, അവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഇവർ വലിയ കമ്പനിയാണ്, ബിഗസ്റ്റ് സ്പൈ കമ്പനി. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ആ സെക്കൻഡിൽ അറിയാം ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്നുള്ളത്. ആ സെക്കൻഡ് കൊണ്ട് അറിയാം, മനസ്സിലായോ? എസ്പെഷ്യലി നമ്മളെ ഒരു വാണ്ടഡ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് കൈക്കൂലി കൊടുത്തപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്തില്ല. ഈ EEOC എന്ന് പറയുന്നത് US ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു ഏജൻസിയാണ് EEOC, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഇവരൊന്നും ചെയ്യില്ല. എന്നിട്ട് ഇവരെ സൂ ചെയ്യണമെങ്കിൽ, ഈ കമ്പനീനെ സൂ ചെയ്യണമെങ്കിൽ ഈ EEOCയുടെ ഒരു ലെറ്റർ വേണം. അതിന് പറഞ്ഞ റൈറ്റ് ടു സൂ എന്ന് പറയും, RIGHT, റൈറ്റ് ടു സൂ. അത് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കമ്പനീനെ സൂ ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ഇവരൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതെ കണ്ട് എനിക്ക് ആ റൈറ്റ് ടു സൂ ലെറ്റർ തന്നു. അത് കൊണ്ടുപോയി ഞാൻ ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു $10 മില്യൺ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്തു ഈ കമ്പനിക്ക് എതിരായിട്ട്. അങ്ങനെ ഇവർ ഈ കേസ് തള്ളണമെന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടുവന്നു. അവർ പറയണേ മിസ്റ്റർ ഡേവിഡ് സൈൻഡ് എ റിലീസ് ആൻഡ് ഈ ഈസ് നോ ലോങ്ങർ എലിജിബിൾ ഫോർ എനി ബെനിഫിറ്റ് എന്നാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഞാൻ ചിക്കാഗോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പേര് കേട്ടൊരു വക്കീലുണ്ടായിരുന്നു, നമ്മുടെ പാലയിലുള്ളതാണ്. പുള്ളി ചിക്കാഗോയിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അയാളുടെ പേരാണ് സിറിയാക് ഡി കാപ്പിൽ. സിറിയാക്കാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായിയുടെ ഒരു കേസ് ഹാൻഡിൽ ചെയ്തത് അമേരിക്കയിൽ. സോ ഈസ് വെൽ നോൺ. പുള്ളിയെ ഞാൻ പോയി കണ്ടു. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലെയിനിൽ അവിടെ ഒർലാൻഡോയിലേക്ക് പോയി. പുള്ളി ഞങ്ങളുടെ വീട്ടിൽ 2-3 ദിവസം താമസിച്ചു, എൻ്റെ വീട്ടിൽ. അത് കഴിഞ്ഞ് അന്ന് കമ്പ്യൂട്ടറുണ്ട്. അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല ആ കാലത്ത്, അപ്പോൾ എൻ്റെ ഒരു IBM ടൈപ്പ് റൈറ്റർ ഉണ്ട്. അതിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ സമ്മൻസും കംപ്ലൈൻറ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് ഇയാൾ കോർട്ടിലൊരു പേപ്പർ കൊടുക്കും. അതിൽ പറയാം പ്രോ ഹാക്ക് വൈസ് എന്ന് പറയും. അത് കൊടുത്തെങ്കിൽ മാത്രമേ ആ കോർട്ട് ഇയാളെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുള്ളൂ. ബിക്കോസ് ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്ന ചിക്കാഗോയാണ്. അത് കൊടുത്തു. അങ്ങനെ ഈ കേസ് അസൈൻ ചെയ്ത ഒരു ജഡ്ജിൻ്റെ പേര് ജോൺ ആർ റീഡ് എന്നാണ്. യു സീ ഹിസ് ഫോട്ടോ. അപ്പോൾ ജഡ്ജ് ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഐ കനോട്ട് ഡിസ്മിസ് ദ കേസ് ഓൺ എ മോഷൻ. കാരണം എന്ന് പറയുന്നത് US സുപ്രീം കോർട്ട് വേറൊരു കേസിൽ പറഞ്ഞിട്ടുള്ളത് 1973 ആ കേസിൻ്റെ പേര് അലക്സാണ്ടർ വേഴ്സസ് ഡെൻവർ ഗാർഡനർ. ആ കേസിൽ പറഞ്ഞിട്ടുള്ളത് an employer can terminate an employee and get a release, no problem, provided 3 conditions. A, the release must be obtained freely, voluntarily and knowingly. ഞാൻ ക്വിറ്റ് ചെയ്തോ ജോബെന്ന്? they can't prove it. ഞാൻ അവിടെ പിക്കറ്റ് ചെയ്യുന്ന ആൾ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തുകൊണ്ട് പോയി പിക്കറ്റ് ചെയ്യുമോ? മനസ്സിലായോ? ദ ബേർഡൻ ഈസ് അപ്പോൺ ദി എംപ്ലോയർ. അവർ പ്രൂവ് ചെയ്യണം ഈ ആൾ 3-4 പിള്ളേരുള്ള ആൾ, ഫാദറും വൈഫൊക്കെ ഉള്ള ആൾ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് റിസൈൻ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അത് അമേരിക്കയിൽ ജുറി എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ആ ജുറി സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് ഒരു 500 ആളെ വിളിക്കും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 12 ആളെ തിരഞ്ഞെടുക്കും. അവരാണ് ക്വസ്റ്റ്യൻസ് ഓഫ് ഫാക്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഫാക്റ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു ജൂറി സിസ്റ്റം. അത് കമാൻഡർ നാനാവതി എന്ന് പറഞ്ഞൊരു കേസിൽ അതിന് ശേഷം ആ ജൂറി സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളഞ്ഞാണ്. അപ്പോൾ ആ കേസിനെ പറ്റി എനിക്കറിയാം. വെച്ചാൽ ഈ കമാൻഡർ നാനാവതിയാണ് ന്യൂ ഇന്ത്യയിൽ ഞാനുള്ളപ്പോൾ അവിടെ പേഴ്സണൽ ഓഫീസറായി വന്നത് എന്നെ കാണാൻ വേണ്ടി. ആൻഡ് അയാളുടെ കേസ് ലോ ബുക്കിലൊക്കെ ഉണ്ട്. ജൂറി സിസ്റ്റം ഇങ്ങനെ അബോളിഷ് ചെയ്തെന്നുള്ളത് കമാൻഡർ നാനാവതി വേഴ്സസ് നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ ആണ് കേസിൻ്റെ പേര്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് എന്താണ് ആ കേസ് എന്നുള്ളത്. ഇന്ത്യയിൽ ഈ ജൂറി സിസ്റ്റം നിർത്താനുള്ള കാരണം. അമേരിക്കയിൽ ജൂറി ഈ സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ആ ലോ പറയുന്നത് ഇഫ് ദി എമൗണ്ട് ഇൻ കോൺട്രവേഴ്സി ഈസ് മോർ ദാൻ $20, ഓക്കെ, നിങ്ങളുടെ ഡിസ്പ്യൂട്ട് $20 കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർട്ടിനോട് പറയാം എനിക്ക് ജൂറി ട്രയൽ വേണം. മനസ്സിലായോ? അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. സോ ഞാൻ ഈ കോർട്ടിനോട് പറഞ്ഞു എനിക്കൊരു ജൂറി ട്രയൽ വേണമെന്ന് ഞാൻ ആദ്യം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ബുക്ക് കൂടി ഉണ്ട്. ഐ തിങ്ക് കോപ്പി സംവെയർ ഹിയർ, ജസ്റ്റ് ടു ഷോ യു. അങ്ങനെ കാപ്പിൽ ഈ കേസ് വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു ഈ കേസ് തള്ളാൻ പറ്റില്ല, നിങ്ങൾ പ്രൂവ് ചെയ്യണം ഈ മിസ്റ്റർ ഡേവിഡ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതെന്നും അവൻ ഈ സൈൻ ചെയ്തിട്ട് ഫ്രീലി വോളണ്ടറിലി ആൻഡ് നോയിങ്ലി അത് ചെയ്യണമെന്ന് ജഡ്ജ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു April 7, 1983.
അപ്പോൾ ഇവർക്കറിയാം ഇവരുടെ പ്ലാൻ നടക്കുന്നില്ല. അപ്പോൾ ഇവരുടെ അടുത്ത പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ലോയറെ പിടിച്ച് അവനൊരു ജഡ്ജാക്കണം. അപ്പോൾ ഈ കേസിന് ഒരാളവനെ ഇവരുടെ പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കാഗോയിൽ ഇരിക്കുമ്പോൾ ഫോൺ അടിച്ചു. സിറിയാക്ക് വന്ന സെൽഫോണിൽ സംസാരിക്കുക. പുള്ളിയുടെ വൈഫ് വത്സ അടുത്ത റൂമിൽ എന്തോ സീറോക്സ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവരോട് പറഞ്ഞു ഡേവിഡ് പിക്കപ്പ് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തു. ബാർ കൗൺസിലിൽ നിന്നാണ് വാണ്ട് ടു ടോക്ക് ടു മിസ്റ്റർ കാപ്പിൽ എന്ന് പറഞ്ഞു. സോ ഞാൻ കാപ്പിലിനോട് പറഞ്ഞു ബാർ കൗൺസിലിൽ നിന്ന് അവർ വിളിച്ചിട്ടുള്ള വാണ്ട് ടു ടോക്ക് ടു യു. പുള്ളി ഇവർ പറഞ്ഞു ഇയാളോട് നിങ്ങളെ ഞങ്ങൾ കൺസിഡർ ചെയ്യാൻ പോവാണ് ഒരു ജഡ്ജാകാൻ വേണ്ടി ചിക്കാഗോയിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ജഡ്ജിമാർ തുച്ഛം സാലറി ഉള്ളോ, മനസ്സിലായോ? ഒരു ഫെഡറൽ ജഡ്ജിന് അന്ന് കിട്ടുന്ന $72,000 ഒരു ഇയർലി സാലറി. അപ്പോൾ ജഡ്ജസ് ആർ അമെൻഡബിൾ ജനറലി ഫോർ പമ്പിങ് ദ മണി അണ്ടർ ദ ടേബിൾ സോ ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ സിറിയാക്ക് പറഞ്ഞു നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നല്ല വേറെ ദിവസം ഇയാളെ വിളിച്ചിട്ട് ഇവർ കുറേ കേസ് തരാം ഞങ്ങളുടെ പേരിൽ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഈ ലോയേഴ്സിന് ഇങ്ങനെ വലിയ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രീഫ് ഫയൽ ചെയ്യുമ്പോൾ ഒരു 5,000 10,000 ചാർജ് ചെയ്യാം ഒരു ബ്രീഫിന്. അപ്പോൾ സിറിയാക്കിന് മനസ്സിലായി ഇവരുടെ സൂക്കട് എന്താണെന്നുള്ളത്. സിറിയാക്ക് പറഞ്ഞു നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ നെക്സ്റ്റ് ടാക്ടിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കണം. അയാളെ കറക്കുമ്പോൾ അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കണം, ലോയറിന് പൈസ കൊടുക്കണം. അത് നമ്മുടെ പൈസ ഇങ്ങനെ പമ്പ് ചെയ്യാനില്ലെങ്കിൽ ഇവർ നിങ്ങളിട്ട് മാറ്റി നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ 38 കൊല്ലം ഇവർ നടത്തി. അങ്ങനെ ഇവരുടെ ഈ അഭ്യാസം ഇവരോട് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഒരു 1300 ഇൻറ്ററോഗേറ്ററീസ് റിക്വസ്റ്റ് ടു അഡ്മിറ്റ് എന്ന് പറഞ്ഞ് ഒരു പ്രൊസീജിയറുണ്ട്. സാധാരണ വെൻ ഇറ്റ്സ് എ ലിറ്റിഗേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെപ്പോസിഷൻ ടെസ്റ്റ് മണി എടുക്കാം. 4 തരം ഡിവൈസസ് ഉണ്ട് അമേരിക്കയിൽ ഡിസ്കവറി എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടി. ഒന്ന് ഇൻട്രോഗേറ്ററീസ് റിക്വസ്റ്റ് ടു അഡ്മിറ്റ്, 3 എൻട്രി ഇൻ ടു ദ പ്രിമിസസ്, 4ാമത്തെ ഡെപ്പോസിഷൻ അപ്പോൺ ഓറൽ എക്സാമിനേഷൻ. അങ്ങനെ ലോട്ട് ഓഫ് ഡിവൈസസ് ഉണ്ട് ടു ഗെറ്റ് ടു ദ ട്രൂത്ത്. അങ്ങനെ ഇവർ 1300 റിക്വസ്റ്റ് കൊടുത്തു. സിറിയാക്ക് പറഞ്ഞു സാധാരണ അത്ര ചെയ്യാറില്ല, മേ ബി 5 or 10, നോട്ട് 1300. But he murmured and then he submitted a response, interrogatories. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുഴപ്പമാണ്. അങ്ങനെ അപ്പോൾ ലോയേഴ്സിനെ വയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കേസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വലിയ റീറ്റെയിനർ കൊടുക്കണം. നിങ്ങളൊരു കാർ ആക്സിഡൻറ്റ് വന്നാണെങ്കിൽ നിങ്ങൾ ആംബുലൻസിനെ ചേസ് ചെയ്തവർ ഈ കേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ലോയേഴ്സ് ഗെറ്റ് 1/3 കോമ്പൻസേഷൻ കിട്ടും. ഇപ്പോൾ $1 million സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോയറിന് 330,000 കിട്ടും. സോ അവർ ആംബുലൻസ് ചേസ് ചെയ്യും. പക്ഷേ ഈ ഡിസ്ക്രിമിനേഷൻ കേസുകൾ വന്നു കഴിഞ്ഞാൽ ലോയേഴ്സിനെ ഈ വലിയ വലിയ ഫേംസുകളിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ സിറിയാക്ക് പറഞ്ഞു മിസ്റ്റർ ഡേവിഡ് യു ഹാവ് ടു പേ ലോട്ട് ഓഫ് മണി ബിക്കോസ് ഐ ഹാവ് ടു ഫ്ലൈ. ഇവിടെ നിന്ന് ചിക്കാഗോന്ന് ഒർലാൻഡോ അടിക്കും, അവിടെ നിന്ന് കിട്ടും, ഇത് പോകണം, പല ഇതിനും അവർ ടു മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇത്ര എമൗണ്ട് തരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായി എഗ്രിമെൻറ്റ് ചെയ്തു. സിറിയാക്കിനെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും ഞാൻ ടേക്ക് ഓവർ ചെയ്യാം. മനസ്സിലാക്കണം, യു ടു അണ്ടർസ്റ്റാൻഡ് ഇവരുടെ ഈ കോർപ്പറേഷൻ്റെ ടാക്ടിക്സുകളാണ്. സോ എൻ്റെ ലോയർ പോയി കേസിൽ നിന്ന്. പുള്ളി അവിടെ അമേരിക്കയിൽ പഠിച്ച ആളാണല്ലോ. I think I don't remember the name of the college where he studied, but he is a brilliant lawyer. ഒരു ഇൻസിഡൻറ്റ് എനിക്കറിയാൻ അവിടെയുള്ളപ്പോൾ ഒരു സ്പാനിഷുകാരനെ FBI വന്ന് അറസ്റ്റ് ചെയ്ത് അവനെ ഉടനെ തന്നെ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലെയിനിൽ കയറ്റി. സിറിയാക്ക് വിളിച്ച് ഇമിഗ്രേഷനോട് പറഞ്ഞു, എയർപോർട്ട് അതോറിറ്റിയോട് പറഞ്ഞു ജഡ്ജിൻ്റെ ഓർഡർ ഉണ്ട്, ജഡ്ജിൻ്റെ അടുത്ത് പോയി ഓർഡർ എടുത്തു, പ്ലെയിൻ ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിട്ട് അവർ ഇറങ്ങേണ്ടി വന്നു. സോ ഈസ് എ ബ്രില്യൻറ്റ് ഗായ്. ഐ എം ഗിവിങ് യു ആൻ എക്സാമ്പിൾ. സോ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോയർ പോയി
അപ്പം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാത്ത ലോയറാണ്, നോട്ട് ലോയർ, ഐ എം എ പ്രോസെലിറ്റിയൻ. അപ്പോൾ ഇവർ വിചാരിച്ചു എങ്ങനെ ഒതുക്കാം. അങ്ങനെ ഇവർ ഒരു 3 ദിവസം എന്നെയും എൻ്റെ ആദ്യത്തെ വൈഫിനെയും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നിട്ട്, ഈ സാധന പറഞ്ഞ ഡെപ്പോസിഷൻ എന്ന് പറയും, സ്റ്റേറ്റ് കോടതിയിൽ പറയുന്ന EBT എന്ന് പറയും. EBT എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബിഫോർ ട്രയൽ. സ്റ്റേറ്റിന് EBT എന്ന് പറയും, ഫെഡറൽ കേസ് ആകുമ്പോൾ അത് ഡെപ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ ഒരു 3 ദിവസം ഇവർ എന്നെയും എൻ്റെ വൈഫിനെയും ഇരുത്തിയിട്ട് സകല ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച്, ദേ ട്രൈ ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ പണിഷ്മെൻറ്റ്. അതുകൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർ പ്രൂവ് ചെയ്യാൻ നോക്കിയത് ഞാൻ ക്വിറ്റ് ചെയ്തതെന്നാണ്. ഞാൻ ക്വിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എവിഡൻസുകളല്ലേ, ഇവർക്ക് അറിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പ് സീക്രട്ട് അറിയേണ്ടത് നിങ്ങൾ ലോകം അറിഞ്ഞിരിക്കണം. ഈ ജഡ്ജിൻ്റെ ക്ലോസ് ആയിട്ടൊരു പെണ്ണുണ്ട്. അവൾ ഈ കോർട്ടിൽ തന്നെ ഈ ജഡ്ജിൻ്റെ കൂടെ ഇരുന്നിട്ട് ലോ ക്ലർക്ക് എന്ന് പറയും അവളുടെ പൊസിഷൻ. അവളുടെ പേര് ആൻ സി കൺവേ എന്നാണ്. നിങ്ങൾ അവളുടെ പിക്ചർ കാണും, ഉണങ്ങിയ പിക്ചർ. ഞങ്ങളവളെ ഒരു സുന്ദരിയാക്കിയിട്ട് കുറെ കവചമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. സോ അവളെ കൊണ്ടുവന്നിട്ട് ജഡ്ജിൻ്റെ വീട്ടിൽ പറഞ്ഞയക്കുക. ഈ കമ്പനി മനസ്സിലാക്കണം, ഒരു ട്രയൽ ജഡ്ജിൻ്റെ വീട്ടിൽ ഇവൾ കമ്പനിയുടെ ആളായിട്ടാണ്, കമ്പനിയുടെ ലോയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ചതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡ്ജിനെ കൊണ്ട് ഈ ഹിയറിങ്ങും ട്രയലും നടത്തരുത്, ഈ ജോൺ റീഡ് എന്ന് പറയുന്ന ജഡ്ജായിട്ട്. അപ്പോൾ ഇയാളുടെ ക്ലോസ് ഫ്രണ്ടാണ് അവൾ. ഇയാൾ അവളുടെ വീട്ടിൽ പോകും, അവൾ ഇവൻ്റെ വീട്ടിൽ പോകും. ഇവർ പ്രൈവറ്റായിട്ട് മീറ്റ് ചെയ്യാൻ തുടങ്ങി. അറ്റ്ലാന്റയിൽ ഇയാളുടെ വീട്ടിൽ പോക്ക്, ഇവരുടെ വീട്ടിൽ പോക്ക്. അത് അമേരിക്ക ലോ പറയുന്നത് ഇറ്റ്സ് എ ക്ലിയർ കട്ട് കേസ് ഓഫ് അൺപ്രൊഫഷണൽ എത്തിക്സ് ആണ്. മനസ്സിലായോ? യു കാൻ ഡു ഇറ്റ്. അപ്പോൾ കമ്പനിയുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവളെ പിടിച്ചു കഴിഞ്ഞാൽ ഇവള് മാത്രം ജഡ്ജിന് വേണ്ട പൈസയും കിട്ടും, ആൻഡ് ഇവരുടെ കാര്യം നടത്താം. അന്ന് ജഡ്ജിന് $72,000 ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, ഫെഡറൽ ജഡ്ജസിൻ്റെ സാലറി ഇയർലി. സോ you can understand. And she's young, maybe he wants to sleep with her. We don't know what happens if a lawyer goes to the other party's judge, or the judge goes to this woman's house. Anything can happen. They can exchange money, she can have fun, or the judge can have fun, can have sex, do whatever they want. So ഈ സംഭവം ഒന്നും എനിക്കറിയില്ല. ഈ പെണ്ണ് വന്നതിന് ശേഷം ഓപ്പൺ കോർട്ടിൽ ഹിയറിംഗ്, സാധാരണ ഓപ്പൺ കോർട്ടിലാണ് ഹിയറിംഗ് നടക്കുക. പബ്ലിക് അറിയാൻ എന്താ വേണ്ടി, ബിക്കോസ് ദ കോർട്ട്സ് ആർ തോട്ട് ടു ബി ഓപ്പൺ ഫോർ ദ പബ്ലിക് ടു സീ. മനസ്സിലായി? പബ്ലിക്കിന് അറിയണം, ലോയേഴ്സിനും ഈ വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാവർക്കും അറിയണം ഓപ്പൺ കോർട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. ഇയാൾ പറയും എൻ്റെ ചേംബറിലേക്ക് വരാൻ പറയും, ഈ ജഡ്ജ് റീഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവരൊന്നും പറയല്ലേ, ജസ്റ്റ് ബുൾഷിറ്റിങ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു സ്റ്റാറ്റസ് കോൺഫറൻസ് നടന്നു. ആ സ്റ്റാറ്റസ് കോൺഫറൻസിൽ കോർട്ട് റിപ്പോർട്ടർ വരും. അപ്പോൾ ഇയാൾ ഡിക്റ്റേറ്റ് ചെയ്യും. ആ കോൺഫറൻസിൽ ജഡ്ജും ഞാനുമായിട്ടൊരു കൊളോക്കിയുണ്ട്, ഈ ഞാനും ജഡ്ജും ഇവളും. അപ്പോൾ എനിക്കറിയില്ല, ഇവൾ പൂച്ച പോലെ ഇരിക്കുകയാണ് മിണ്ടാണ്ട്. മനസ്സിലായോ? ഈ ഡിഫൻഡൻറ്റിൻ്റെ ലോയറാണ് ഇവള്, ജഡ്ജിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് ഇവരുടെ കാര്യം നടത്താനാണ്. ആ സ്റ്റാറ്റസ് കോൺഫറൻസിൽ ജഡ്ജ് പറഞ്ഞു, there is a triable issue of material facts. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് ഒരു വെറും പേപ്പറിൻ്റെ മുകളിൽ തള്ളാൻ പറ്റില്ല, അതാണ് അതിൻ്റെ അർത്ഥം. There is a triable issue of material facts. അപ്പോൾ US സുപ്രീം കോർട്ട് 3 കേസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. They call it a trilogy of cases. ആ കേസിൽ പറയണേ, the court cannot dismiss a case
if there is a triable issue of material facts. ഇവിടെ എന്താണ് മെറ്റീരിയൽ ഫാക്റ്റ്? എന്താണ്? ഞാൻ റിസൈൻ ചെയ്തു എന്നുള്ളതോ ഞാൻ ക്വിറ്റ് ചെയ്തു എന്നുള്ളതോ എന്നെ ഫയർ ചെയ്തു എന്നുള്ളതാണ് ഇഷ്യൂ, മെറ്റീരിയൽ ഫാക്റ്റ്. അപ്പോൾ ഇവർക്കത് വേണ്ട. ഏത് ഈ ജഡ്ജ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇവർക്ക് വേണ്ട. അതിനാണ് ഇവിടെ പിടിച്ചത്. അത് കഴിഞ്ഞ് ഒരു 3 കോൺഫറൻസ് ഇതുപോലെ നടന്നു. അവിടെ ചെന്ന് അയാളുടെ ചേംബറിൽ ഇരിക്കും, അയാളുടെ കോർട്ടിൻ്റെ അയാളുടെ ബെഡ് അയാളുടെ പ്രൈവറ്റ് റൂമിൽ. അപ്പോൾ വേറെ ആരും കാണില്ല. ഈ സംഭവം നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, പബ്ലിക്കിന് അറിയില്ല എന്താ കളി നടക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഈ ജഡ്ജിനെ പറ്റി എനിക്ക് സംശയം തുടങ്ങി. എന്താണ് അപ്പോൾ അന്ന് എനിക്കറിയില്ല, ഇവർ തമ്മിലുള്ള കണക്ഷൻ അറിയില്ല, ജഡ്ജും ഈ പെണ്ണുമായിട്ടുള്ളത്. ഈ ചെങ്കീരിനെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായോ? അങ്ങനെ ഞാൻ ഈ ജഡ്ജിനൊരു ക്വസ്റ്റ്യനെയർ അയച്ചു, 20 ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ ആൾക്കാർ ബന്ധപ്പെട്ട ഈ കേസിലുണ്ടോ, എൻ്റെ ബന്ധുക്കളുണ്ടോ, എന്ത് ഈ വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു 10-20 ക്വസ്റ്റ്യൻ അയച്ചു ജഡ്ജിന്. സാധാരണ ആരും ചെയ്യാറില്ല, ഒരു ജഡ്ജിനെ, ഒരു ട്രയൽ ജഡ്ജിനെ ഒരു ക്വസ്റ്റ്യനായി അയക്കാറില്ല. പക്ഷേ എനിക്ക് സംശയം ഉണ്ടായത് എന്തോ കളി നടക്കുന്നുണ്ടെന്ന്, എന്തോ ഹാങ്കി പാങ്കി നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല, അവരുടെ ബന്ധം എനിക്കറിയില്ല. അതാ കിട്ടിയ വഴിക്ക് ജഡ്ജ് എന്നെ ഫോണിൽ ന്യൂയോർക്കിലേക്ക് വിളിക്കുക. അപ്പോൾ അന്ന് എൻ്റെ ഫസ്റ്റ് വൈഫായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞു. ആസ് എ ഡയറക്റ്റ് റിസൾട്ട്, ബിക്കോസ് ചിൽഡ്രൻ ആർ യൂസ് ടു ക്രെഡിറ്റ് കാർഡ് എടുത്ത് ചാർജ് ഇട്ടെന്ന് പറഞ്ഞ് വാട്ട് എവർ ദേ വാണ്ട് ഗോ ടു എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് ഉണ്ട് എവറിത്തിങ്. ഇപ്പോൾ ജോലി ഇല്ലാണ്ടിരിക്കാൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഈ ജഡ്ജ് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. അമേരിക്കയിലെ ഒരു ഫെഡറൽ ജഡ്ജ്, എനിക്ക് നമ്മളെ തൂക്കി കൊല്ലാൻ അധികാരമുള്ളൊരു ജഡ്ജ് എന്നെ ഫോണിൽ വിളിക്കുക, ഒരു പ്രോസിക്യൂഷനാണ്. അങ്ങനെ ഞാൻ ഫോൺ എടുത്തു. ജഡ്ജ് പറയുന്നു, ദിസ് ഇസ് മിസ്റ്റർ ജോൺ റീഡ് ഫ്രം ദ മിഡിൽ ഡിസ്ട്രിക്ട് ഓഫ് ഫ്ലോറിഡ, മിസ്റ്റർ ഡേവിഡ്. ഞാൻ പറഞ്ഞു, യുവർ ഓണർ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ കോളിംഗ്? മിസ്റ്റർ ഡേവിഡ്, ഐ ഗോട്ട് യുവർ ക്വസ്റ്റ്യനെയർ. ഞാൻ അയച്ച 20 ക്വസ്റ്റ്യനും അവന് കിട്ടി. അതിന് ഉത്തരം ഞാൻ എഴുതി തരാൻ പോകുന്നില്ല, ഫോണിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രൂഫില്ല അയാൾ പറയുന്നത്. ഞാൻ ജഡ്ജിനോട് പറഞ്ഞു, എൻ്റെ ഈ ടെലിഫോൺ കോൺവെർസേഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അത് ഈ പെർമിഷൻ രണ്ട് ചെയ്താൽ ഇറ്റ്സ് എ വയലേഷനാണ്, ലോ ആണ്. അപ്പോൾ നമ്മളകത്തും. അങ്ങനെ ജഡ്ജ് സമ്മതിച്ചു. അയാൾ ആരൊക്കെ കൺസൾട്ട് ചെയ്തു എനിക്കറിയില്ല. അയാളുടെ കൂടെ ഇയാൾ ഈ ഒർലാൻഡോയിലും ഞാൻ ന്യൂയോർക്കിലുമാണ്. അങ്ങനെ ഇയാൾ സമ്മതിച്ചു. ഇയാൾ പറഞ്ഞു, ഈ സ്ത്രീയുടെ പേര് ആനി കൺവേ എന്നാണ്. ഇവളും ഞാനും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ ഇവൾ 3 കൊല്ലം എൻ്റെ കോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് ആസ് എ ലോ ക്ലർക്ക്. ചില ജഡ്ജ് ഇവിടെ ഇരിക്കും, അതിൻ്റെ അടുത്താണ് ഈ പെണ്ണിരിക്കുക ഇതിൻ്റെ ഓപ്പൺ കോർട്ടിൽ. അപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ഇവളാണ് എഴുതുന്നതൊക്കെ, അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കുന്നത് ഇവളാണ്, ഈ ജഡ്ജിനോട് സമ്മതം ചോദിച്ചിട്ട്. സോ ഇവള് ഇയാളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഇവളെ ഈ ജഡ്ജ് ഇവളുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ഈ പ്രൊസീഡിങ് നടക്കുമ്പോൾ. ഇവരെ കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ വരാറുണ്ട്. ഇവർ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ജോർജിയയിൽ, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാവോ? ഒരു ട്രയൽ ജഡ്ജ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലോയർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കാണുമ്പോഴത്തെ നിങ്ങൾക്ക് അറിയാമോ എന്താ നടക്കുന്നത് എന്നുള്ളത്. അന്ന് എസ്പെഷ്യലി 72,000 ശമ്പളമുള്ള ജഡ്ജ് കൈക്കൂലി കൊടുത്താൽ അവർക്ക് ഊരിപ്പോരാം ഈ കേസിൽ നിന്ന്. ഇതാണ് ഇവരുടെ പ്ലാനായിരുന്നു. പിന്നെ ഈ ജഡ്ജ് ഈ AT&Tയുടെ ഷെയർ ഹോൾഡറാണ്. ദാറ്റ്സ് നോട്ട് വെരി സീരിയസ്, ബട്ട് ദർ ഇസ് എൻ ഇമ്പാക്റ്റ്. ഇപ്പം ഞാനൊരു കമ്പനിക്ക് എതിരായി വിധിക്കുമ്പോൾ ഇറ്റ് മേ അഫക്റ്റ് ഹിസ് പ്രോഫിറ്റ്. ഈ കമ്പനി ഈ ഡിസ്കൗണ്ട് അല്ല ഡിവിഡൻഡ് കൊടുക്കും. സോ ദാറ്റ് ഹാസ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്. ഇവൻ ഈ കമ്പനിയുടെ വേറൊരു സബ്സിഡിയറി എന്ന് പറയും, അതിൻ്റെ പേര് സദേൺ ബെൽ ടെലിഫോൺ കമ്പനിയിൽ ഒരു ലോയറായിട്ട് ജഡ്ജാവുന്നതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ AT&Tയുടെ ഒരു സബ്സിഡിയറി. പിന്നെന്താണ്, അങ്ങനെ കുറേ സംഗതികൾ ജഡ്ജ് അഡ്മിറ്റ് ചെയ്യാണ് ആദ്യമായിട്ട്.
അത് കിട്ടിയ വഴിക്ക് ഞാൻ ഉടനെ FBI എന്ന് പറയും, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അവരറിയിച്ചു. ഞാൻ അന്ന് അമേരിക്കയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് വാറൻ ബർഗർ എന്നാണ്. വാറൻ ബർഗറെ പറ്റി ലോയേഴ്സ് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം എന്ന് പറഞ്ഞാൽ അയാളെ ജോലി ചെയ്യും. സോ ഞാൻ അയാളെ അറിയിച്ചു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. ഇത് കിട്ടിയ വഴിക്ക് വാറൻ ബർഗർ ഇയാളോട് പറഞ്ഞു റിസൈൻ ചെയ്തോളാം. അങ്ങനെ ഈ ജഡ്ജി നാറിയിട്ട് റിസൈൻ ചെയ്തു. ഈ കേസൊന്നും ഊരി ഇയാൾ ഈ ജഡ്ജിൻ്റെ പൊസിഷൻ രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാൾ വേറൊരു കമ്പനിയിൽ അവിടുത്തെ ഒരു പാർട്ട്ണറായിട്ട് വേറെ ലോ ഫേമിൽ ചെയ്യാൻ പോയി. അപ്പോൾ ആ കമ്പനി ഈ AT&Tയുടെ 1500 ആൾക്കാരുടെ റിലൊക്കേഷൻ ബിസിനസ് ചെയ്യുന്നതാണ്. മനസ്സിലാക്കണം കണക്ഷൻ. അപ്പോൾ ഈ കേസൊക്കെ കമ്പനി ഇവന് കൊടുക്കും. ദിസ് കോൾഡ് കിക്ക് ബാക്ക്. ലീഗലി പറയുന്ന കിക്ക് ബാക്ക്. നീ എന്നാ ചെയ്താൽ യു പാറ്റ് മൈ ബാക്ക്, ഐ പാറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ കിക്ക് ബാക്ക് എന്ന് പറയും. അങ്ങനെ ഈ ജഡ്ജി മാറി റിസൈൻ ചെയ്തപ്പോൾ ആ കോർട്ടിൽ, ഒർലാൻഡോ എന്ന് പറയുന്ന സ്ഥലത്തെ കോർട്ടിൽ 6 ജഡ്ജിമാരുണ്ട്. അപ്പോൾ അമേരിക്കൻ നിയമം അനുസരിച്ചിട്ട് ഒരു ജഡ്ജ് റിസൈൻ ചെയ്യുക, ചത്തുപോവുക, അല്ലെങ്കിൽ സിക്കായി, അപ്പോൾ ആ ജഡ്ജ് പോയാൽ ആ കോർട്ടിൽ വേറെ ഒരു ജഡ്ജിന് ഈ കേസ് കൊടുക്കണം എന്നാണ്, ട്രാൻസ്ഫർ ചെയ്യണം. ഇവർക്ക് ചെയ്യണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരം അവിടുത്തെ ജഡ്ജിമാർക്ക് അറിയാം ഇവരുടെ കളി എന്താണെന്നുള്ളത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചാമ്പ എന്ന് പറഞ്ഞൊരു 90 മൈൽ അകലെയുള്ള വേറൊരു കോർട്ടുണ്ട്. ആ കോർട്ടിലേക്ക് കേസാണ്ട് അയച്ചു. മനസ്സിലായോ? അതിൻ്റെ ട്രിക്കുകൾ മനസ്സിലാക്കണം. വലിയ കോർപ്പറേഷൻ ചെയ്യുന്ന അഭ്യാസങ്ങൾ അമേരിക്കയിലെ കോർപ്പറേഷൻ ഈ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ബെനിഫിറ്റ് കൊടുക്കാതെ കണ്ട് അവനെ സ്ക്രൂ ചെയ്തിട്ട് അവർ ചെയ്യുന്ന എന്താ, ഈ കേസ് ഈ ഒർലാൻഡോയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 90 നാഴി അകലെ വേറൊരു സ്ഥലത്തേക്ക് അയക്കുക. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് ന്യൂയോർക്കിലാണ്. 1982 മുതൽക്ക് 2010 വരെ ഞാൻ ന്യൂയോർക്കിലായിരുന്നു. അങ്ങനെ ഞാൻ ജഡ്ജിൻ്റെ ഒരു ഓർഡർ വരികയാണ്, മിസ്റ്റർ ഡേവിഡ് കം ബിഫോർ മീ ഫോർ എ മീറ്റിംഗ്. ഈ പുതിയ ജഡ്ജ്, അയാളുടെ പേര് ടെറിൽ വില്യം ഹോജസ് എന്നാണ്. ഇവൻ സൂപ്പർ ഫ്രോഡാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ സൂപ്പർ ഫ്രോഡാണ്? അവൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇവൻ സൂപ്പർ ഫ്രോഡാണെന്ന്. ഈ കമ്പനിയുടെ ചംച്ച എന്ന് പറയും. മലയാളത്തിൽ അതല്ലേ പറയും, ചംച്ച. അപ്പോൾ ഇവനൊരു ഓർഡർ, മിസ്റ്റർ ഡേവിഡ് കം ഫോർ എ മീറ്റിംഗ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓർഡർ എനിക്ക് ന്യൂയോർക്കിലേക്ക് അയക്കുക. അപ്പോൾ നിയമവശം ഈ ജഡ്ജിന് എൻ്റെ കേസ് കേൾക്കാൻ പറ്റില്ല. അതിന് ലോയിൽ പറയുന്നത് ജിയോഗ്രാഫിക്കൽ ജൂറിസ്ഡിക്ഷൻ 1, 2 പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ. ഈ പേഴ്സണൽ ജൂറിസ്ഡിക്ഷനിലേക്ക് അവർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്ത ഹു കേഴ്സ്. ജിയോഗ്രാഫിക്കൽ ജൂറിസ്ഡിക്ഷനിലേക്ക് അവന് കേൾക്കാൻ പറ്റില്ല. ഞാനവിടെ ചെന്നു, കോർട്ടിൻ്റെ ഓർഡറല്ലേ. അപ്പോൾ അവിടെ നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുകയാണ്, നോ ഹിയറിംഗ് ടുഡേ എക്സെപ്റ്റ് മിസ്റ്റർ ഡേവിഡ്സ്, അഡീഷണൽ സെക്യൂരിറ്റി റിക്വയർഡ്. ഞാനെന്താ വല്ല വാണ്ടഡ് ക്രിമിനലാണോ? എനിക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് അമേരിക്കയിൽ ഇല്ലാത്ത ആളാണ് ആ സമയത്ത്. അതിന് ശേഷം കിട്ടിയിട്ടുണ്ട് പാർക്കിംഗ് ഒക്കെ. കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സമയത്തിന് വന്നില്ലെങ്കിൽ കിട്ടിയ ടിക്കറ്റ്. എനിക്ക് ആ സമയത്തൊരു പാർക്കിംഗ് ടിക്കറ്റ് മുതൽക്കില്ല, യാതൊരു ക്രിമിനൽ റെക്കോർഡില്ലാത്ത ആളാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് അഡീഷണൽ സെക്യൂരിറ്റി റിക്വയർഡ്. ഈ ജഡ്ജ്, ഈ ജഡ്ജിൻ്റെ പേരാണ് ടെറിൽ വില്യം ഹോജസ്. അയാളവിടുത്തെ ചീഫ് ജഡ്ജാണ്. അതുകൊണ്ട് എഴുതിയിരിക്കുക അഡീഷണൽ സെക്യൂരിറ്റി റിക്വയർഡ്, അഡീഷണൽ സെക്യൂരിറ്റി, ആസ് ഇഫ് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ അപ്പിയറിംഗ് ഇൻ എ ക്രിമിനൽ കോർട്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആൾക്കാരെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു പാർക്കിംഗ് ടിക്കറ്റ് നോക്കിയില്ലാത്തൊരാളെ ഒരു ടെററിസ്റ്റാക്കി കണക്കാക്കുകയാണ്. ഒരു കോർട്ടിൽ ചെല്ലുമ്പോഴേ, അമേരിക്കൻ കോർട്ടിലായി പറയണേ ഈ കളികൾ നടക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ US മാർഷൽ ഒരു സൈഡിലിരിക്കുന്നുണ്ട്. അവരൊക്കെ ഗൺ കയറി വെച്ചിട്ടാണ്. അതൊക്കെ US മാർഷൽ കോർട്ട് റൂമിലെ ഡെപ്യൂട്ടീസ് ഉണ്ട്, അവരൊക്കെ ഗൺ കൊണ്ടാണ്. അവർക്ക് അവർ ചുറ്റുപുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്ന എന്തിനാണ്, ഇവനോട് ഒരു കോൺഫറൻസ് നടത്താൻ ഇവൻ വിളിച്ചിട്ട്.
ഞാൻ പറഞ്ഞു ഈ ജഡ്ജിനോട്, ഇവൻ പറഞ്ഞു ഞാൻ ഇന്ന് തൊട്ട് ഈ കേസിലെ ജഡ്ജാണ്, ഞാൻ ഈ കേസ് ഈ ജഡ്ജ് റീഡ് പറഞ്ഞതനുസരിച്ച് ഈ കേസ് കണ്ടക്ട് ചെയ്യും, അവൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഞാനൊരു മോഷൻ ഫയൽ ചെയ്തു. മോഷൻ പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ടു ദ കോർട്ട്. എന്ത് പറഞ്ഞിട്ട്, ഈ കേസ് ഈ കോർട്ടിന് കേൾക്കാൻ അധികാരമില്ല, ഈ കേസ് ഷുഡ് ബി സെൻറ്റ് ടു ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് AT&Tയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന്, അവിടേക്ക് അയക്കാം. അല്ലെങ്കിൽ ഈ ഒറിജിനൽ കേസ് നടക്കുന്ന ഒർലാൻഡോ കോർട്ടിലേക്ക് കേസ് അയക്കാം. ഈ കോർട്ടിന് ഈ കേസ് കേൾക്കാൻ അധികാരമില്ല. ലീഗലായിട്ട് ഒന്ന് ജിയോഗ്രാഫിക്കൽ ജൂറിസ്ഡിക്ഷൻ, രണ്ടാമത്തെ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ, ഇത് രണ്ടുമില്ല. നോ ഐ ആം ദ ചീഫ് ജഡ്ജ്, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു ഗുണ്ട പോലെയാണ്. അമേരിക്കയിലെ വലിയ ഈ മാഫിയ ഉണ്ടല്ലോ, ആ ടൈപ്പാണ്. നോ. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു അവിടെ നിന്ന്, കോർട്ടിൽ നിന്ന്. എന്നാൽ ഇവൻ ഈ കേസ് കണ്ടക്ട് ചെയ്യണ്ടേ? ഈ ഇഷ്യൂ എന്താ കോർട്ടിൻ്റെ മുമ്പിൽ? ഈ 2 പേജുള്ള റിലീസ് വാലിഡ് ആണോ വാലിഡ് അല്ലേ എന്ന് ഒരു ജുറിക്ക് കാണിച്ചിട്ട് ജുറി ഡിസൈൻ ചെയ്യണം ആര് പറയുന്നതാണ് സത്യമെന്നുള്ളത്. മനസ്സിലായോ? സോ ഹി ഡസൻറ്റ് വാണ്ട് ദാറ്റ് ടു ദാറ്റ്. അവനറിയാം ഇത് ജുറിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനി തോൽക്കാൻ പോകാന്നുള്ളത്. അങ്ങനെ ഇവൻ ഇങ്ങനെ കേസ് വെച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല, പ്രൊസീഡിങ്സ് ഒന്നുമില്ല. 1982 തൊട്ട് 82, 83, 84, 85 വരെ. അപ്പോൾ ഈ ലോ പറയുന്നത്, അമേരിക്കൻ ലോ പറയുന്നത് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ക്വസ്റ്റ്യൻ ദം, ഐ ക്യാൻ ആസ്ക് ദം ടു പ്രൊഡ്യൂസ് ഡോക്യുമെൻറ്റ്സ്. അവർ പ്രൊഡ്യൂസ് ചെയ്യണം. അവരെന്നെ 3 ദിവസം ക്വസ്റ്റ്യൻ ചെയ്താണ്. അവരുടെ ഡിസ്കവറി കഴിഞ്ഞു, എനിക്ക് ഡിസ്കവറി ഇല്ല. അപ്പോൾ ഈ ഫെഡറൽ റൂൾസ് ഓഫ് സിവിൽ പ്രൊസീജിയർ പറയുന്നത് ഈച്ച് പാർട്ടീസ് ക്യാൻ ഡിപ്പോസ് ദി അതർ, ടേക്ക് ദെയർ ടെസ്റ്റിമണി. ഈ ജഡ്ജ് അനുവദിക്കില്ല. മനസ്സിലാക്കണം, 1 സൈഡഡ് സ്റ്റോറിയാണ്, കള്ളത്തരമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രോബ്ലം? ഇവരെ എഴുതിയിട്ടുള്ള ഡോക്യുമെൻ്റാണ്, ഇന്ന ബെനിഫിറ്റ് തരണം, ഇന്ന ഡോക്യുമെൻ്റ് ചെയ്യണം, ഇന്നത് ചെയ്യണം. അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രബിളാണെന്നറിയാം. അപ്പോൾ അത് ഡെപ്പോസിഷനില്ല, കോർട്ടിൽ ടെസ്റ്റ് മണിയില്ല. അങ്ങനെ ഇവൻ ഈ കേസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരു 4 കൊല്ലത്തേക്ക് 1985 വരെ, 82, 83, 84, 85, 4 കൊല്ലം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു ഈ ജഡ്ജ്. പക്ക ഫ്രോഡാണെന്ന് മനസ്സിലാക്കണം. ഈ അമേരിക്ക നിങ്ങൾ വിചാരിക്കും സ്വർഗമാണ്, നല്ല ജഡ്ജിമാരാണ്, ദ റൂൾ ഓഫ് ലോ, അതൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, ഇത് റൂൾ ഓഫ് ലോ ആണോ നടക്കുന്നത്? മനസ്സിലായോ? ഫെഡറൽ കോർട്ടിലാണ് പറയണേ, അമേരിക്കൻ ഫെഡറൽ കോർട്ടിലാണ് ഈ കളികൾ നടക്കുന്നത്. അങ്ങനെ AT&T എന്ത് ചെയ്തെന്ന് വെച്ചാൽ, AT&T അല്ല, മിച്ചിഗൺ ബെല്ല് ഈ സമയത്ത് ഇവരോട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ വേറൊരു പണി ഒപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർ വേറൊരു ഡിവിഷൻ മാനേജർ എന്നെക്കാട്ടി 2 ലെവൽ അപ്പ്, അവരെ പിടിച്ച ഫയർ ചെയ്തു. അവരുടെ പേര് മക്ഡൊണാൾഡ് എന്നാണ്. അപ്പോൾ അവൻ ജോലി ചെയ്തിരുന്നത് ന്യൂജേഴ്സിയിലാണ്. ന്യൂയോർക്കിൽ ന്യൂയോർക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ന്യൂജേഴ്സി എന്ന് പറഞ്ഞത്. അവനവിടുന്ന് ഫയർ ചെയ്തിട്ട് അവന് $12,000 കൊടുത്തു കോമ്പൻസേഷൻ. എനിക്ക് 50 തന്നു, 12 കൊടുത്തു ഡിവിഷൻ മാനേജർ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തുകളിയുള്ള ഒരു കേസാണ്. അങ്ങനെ ഈ മക്ഡൊണാൾഡ് എന്ത് ചെയ്തു, സ്റ്റേറ്റ് കോർട്ടിൽ പോയിട്ടൊരു കേസ് ഫയൽ ചെയ്തു. സ്റ്റേറ്റ് 2 തരം കോർട്ടാണ്, ഒന്ന് ഫെഡറൽ കോർട്ടും ഒന്ന് സ്റ്റേറ്റ് കോർട്ടും. ഈ സ്റ്റേറ്റ് കോർട്ടിൻ്റെ ഡിസിഷൻ ദ സ്റ്റേറ്റ് കോർട്ട് കനോട്ട് ഓവർ റൂൾ ദ ഫെഡറൽ കോർട്ട്. ഇപ്പം സ്റ്റേറ്റ് കോർട്ടിൽ പോയി അതൊക്കെ ഇവർ പറഞ്ഞുള്ള കളികളാണ്, ഒത്തുകളികളാണ്. അങ്ങനെ സ്റ്റേറ്റ് കോർട്ടിലെ ഒരു ജഡ്ജ് ഒരു പെർ കുറിയം അൺപബ്ലിഷ്ഡ് ഓർഡർ തരികയാണ്, മക്ഡൊണാൾഡ് മസ്റ്റ് റിഫണ്ട് ദ മണി. ഈ 12,000 കൊടുത്തുള്ള മടക്കി കൊടുത്തെങ്കിലേ ഇവന് സൂ ചെയ്യാൻ പാടുള്ള ഒരു ഓർഡർ. അപ്പോൾ ഈ ജഡ്ജ് എന്താ ചെയ്യുന്നത്, ഈ വില്യം ഹോഡ്ജസ് എന്താ ചെയ്യുന്നത്, എൻ്റെ കേസൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുക 4 കൊല്ലം 82, 83, 84, 85 വരെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. എനിക്കൊരു ഡിസ്കവറി ഇല്ല, ഹിയറിംഗ് ഇല്ല, ട്രയൽ ഇല്ല, നത്തിങ്. കാരണം ഈ SOP ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രാവശ്യമാണ് അന്ന് ആദ്യത്തെ ഈ പ്രീ മോഷൻ ഈ കോൺഫറൻസിന് പോകുമ്പോൾ.
ഈ കേസിൻ്റെ ഡിസിഷനാണ് കിട്ടിയ വഴിക്ക് അന്ന് തന്നെ അതിൻ്റെ പോയി സിറോക്സ് ചെയ്ത് അതിൻ്റെ കോപ്പിയാണ് കൊണ്ടുവന്നിട്ട് ഈ ലോയേഴ്സ് ഈ ആനി കൺവേയും ഇവരുടെ ലീഡ് ലോയറുടെ പേര് മിസ്റ്റർ പീറ്റർ വൂൾഫ്സൺ സീനബർ. അവനാണ് അവരുടെ കിങ്കിരൻ, ഇവരുടെ രാക്ഷസൻ. ഇവരൊരു കോർട്ടിലൊരു പേപ്പർ, ആ പേപ്പർ എന്താ പറയുന്നത്? മിസ്റ്റർ ഡേവിഡ് സൈൻഡ് എ റിലീസ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. അക്കോർഡിംഗ് ടു ദ മിച്ചിഗൻ കോർട്ട് മിസ്റ്റർ ഡേവിഡ് ഷുഡ് റിഫണ്ട് ദ മണി. എനിക്ക് 4 കൊല്ലം മുമ്പ് തന്നിട്ടുള്ള പൈസ ഞാൻ റിഫണ്ട് ചെയ്തെങ്കിലാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കോർട്ടിലെ ഇഷ്യൂ എന്താണ്? ഈ പേപ്പർ വാലിഡാണോ വാലിഡ് അല്ലേ എന്നുള്ളതാണ് ഈ 2 പേജിലുള്ള റിലീസ്. അപ്പോൾ അവർ ഈ സബ്ജക്റ്റ് മാറ്റുകയാണ്. കളികൾ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ കൊണ്ടുവന്നിട്ട് അത് അവർക്ക് രക്ഷപ്പെടാൻ കാണുന്നില്ല എന്ന് കാണുമ്പോൾ പുതിയൊരു കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിൽ ഒരു ഡിസിഷൻ മേടിച്ചിട്ട് അതിൽ ബൈൻഡ് ചെയ്യണം. ഇതാ കിട്ടിയ വഴിക്ക് ഈ SOB ഈ ഹോജസ് എന്താ ചെയ്യുന്നത്? യെസ് മിസ്റ്റർ ഡേവിഡ്. അപ്പോൾ ഹിയറിങ്ങോ ട്രയലോ ഒന്നുമില്ല. അവിടുത്തെ ഫെഡറൽ റൂൾസ് ഓഫ് സിവിൽ പ്രൊസീജിയർ 56 പറയുന്നത് ഈ ജഡ്ജ് ഈ കേസ് കിട്ടിയ വഴിക്ക് ഈ പല പ്രൊസീജിയറൽ റിക്വയർമെൻ്റ് ഉണ്ട്. ഒന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ നോട്ടീസ്, ദർ ഷുഡ് ബി എ നോട്ടീസ് ഓഫ് ഹിയറിംഗ്. എന്നാണ് ഇത് വെക്കേണ്ടത്, ഇതിന് എന്തൊക്കെ വേണമെന്ന് പല നിയമങ്ങളുണ്ട്. ഈ റൂൾ 56 പറയണതാണ് ദർ ഷുഡ് ബി എ നോട്ടീസ് ഓഫ് ഹിയറിംഗ് ടു കൺസിഡർ ദ മോഷൻ. ഇതൊന്നുമില്ല. ഇവരെ കിട്ടിയ വഴിക്ക് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുക. നോ ഹിയറിംഗ്, നോ ട്രയൽ, നത്തിങ്. ഇവൻ ആ ഓർഡറിൽ പറയുന്നതാണ് മിച്ചിഗൻ കോർട്ട് ഹാസ് റൂൾഡ് ദിസ് വേ. മിസ്റ്റർ ഡേവിഡ് സൈൻ ദ റിലീസ്. മിച്ചിഗൻ വെച്ച സൈൻ ചെയ്ത് ഇതാണ് മിച്ചിഗൻ കോർട്ടിലെ ലോ, അത് ഇതിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുക. ഇവൻ ഈ ഓർഡർ ഇഷ്യൂ ചെയ്ത വഴിക്ക് ആ ഓർഡറിൽ പറയുന്നത് പേജ് 5 പറയുന്നത് മിസ്റ്റർ ഡേവിഡ് ഷുഡ് റിഫണ്ട് ദ മണി ടു ദ ഡിഫൻഡൻസ് വിത്തിൻ 2 weeks from the date of this order, failing which the case will be dismissed without prejudice. Without prejudice is a legal expression. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കേസിന് അപ്പീൽ പോകാൻ പറ്റില്ല. അത് ലീഗലി പറഞ്ഞ ഇൻ്റർലൂക്കറ്ററി ഓർഡർ എന്ന് പറയും. ഇറ്റ്സ് ഓൺലി എ ടെമ്പററി ഓർഡർ. മനസ്സിലാക്കണം. ഇവൻ്റെ ക്ലർക്ക് എന്താ ചെയ്യുന്നത്? ജഡ്ജ് പറയുന്നതിന് വിപരീതമായിട്ട് ഈ ക്ലർക്ക് ഒരു ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കുന്നു. ഈ ജഡ്ജ് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന ഓർഡർ എന്ന് പറയും. അപ്പോൾ ജഡ്ജ് പറയുന്നത് ഡിസ്മിസ് ദ കേസ് വിത്തൗട്ട് പ്രിജുഡീസ് ഇഫ് മിസ്റ്റർ ഡേവിഡ് ഡിഡ് നോട്ട് ടെൻഡർ ബാക്ക് ദ മണി ടു ദ ഡിഫൻഡഡ്. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കമ്പനിക്ക് പൈസ മടക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഈ കേസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ജഡ്ജിൻ്റെ ഓർഡർ എന്താണ്? ഈ വിൽ കണ്ടക്ട് എ ട്രയൽ ലിമിറ്റഡ് ടു ദ വാലിഡിറ്റി ഓഫ് ദ റിലീസ്. വെദർ ദ റിലീസ് വാലിഡ് ആണോ എന്നുള്ളത് അല്ലാന്നാണ് തീരുമാനിക്കുക. എൻ്റെ മറ്റ് ക്ലെയിംസ് കോർട്ട് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. മറ്റ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഏജ് ഡിസ്ക്രിമിനേഷൻ, എൻ്റെ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ടൈറ്റിൽ 7 ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്, എൻ്റെ ADA എന്ന് പറയും, അത് ഏജ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. പിന്നെ എൻ്റെ കൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്തതിന്. അപ്പോൾ ഈ സൺ ഓഫ് എ ബീച്ച്, ദിസ് ടെറൽ വില്യം ഓജസ്, ദിസ് FSOB ഈസ് ടെലിംഗ് ആഫ്റ്റർ 4 years I should return the money. ഇതിന് ഞാൻ പൈസ മുടക്കി കൊടുക്കണമെന്ന് കമ്പനിക്ക്. ആ ഡിസിഷൻ US സുപ്രീം കോർട്ട് തള്ളിക്കളഞ്ഞു. മനസ്സിലായോ? ഒരു സ്റ്റേറ്റ് കോർട്ടിൻ്റെ ഒരു തുക്കട ഒരു ജഡ്ജ് എഴുതിയ പെർക്യുരിയം ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ പ്രസിഡൻ്റൽ വാല്യൂ. അപ്പോൾ ഇവൻ പറയണത് സ്റ്റേറ്റ് കോർട്ട് ഈ ചെറിയ ചൊക്ലി പറയണത് ഫെഡറൽ ജഡ്ജ് ആക്സെപ്റ്റ് ചെയ്യാണ്. മനസ്സിലാക്കണം. ഒരു സ്റ്റേറ്റ് കോർട്ട് ജഡ്ജിന് ഫെഡറൽ ജഡ്ജിനോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് പറയേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്. ഇവൻ മറിച്ചാണ്. ദിസ്
I don't want to say the expression, the TV. So, ഇതാ കിട്ടിയ വഴിക്ക് ഹിയറിങ്ങും പ്രൊസീജിയറും ഒന്നുമില്ല. ബിക്കോസ് ദർ ഇസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ പറയണം, നോട്ടീസ് വേണം, ഹിയറിങ്ങിന് ഡേറ്റ് വെക്കണം, ടൈം വെക്കണം, അതൊന്നുമില്ല. ഡിസ്കവറി തരണം. None of these things are applicable, even because if he's a paid agent, he may be getting more money under the table. മനസ്സിലായി? This judge is still alive. This SOB. So ഇതാ കിട്ടിയ വഴിക്ക് ഈ ജഡ്ജ്മെൻറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി ക്ലർക്കിനായി. ക്ലർക്ക് എന്താ ചെയ്യുന്നത്? ഇവൻ പറഞ്ഞതിന് വിപരീതമായിട്ട് ഡിസ്മിസ് ദ കേസ് ഓൺ ദ മെറിറ്റ്. Dismiss the case on the merit and award the defendants their cost and expenses. ഇത് ജഡ്ജിൻ്റെ ഓർഡറിലുണ്ടോ? ക്ലർക്ക് മാറ്റി എഴുതണം. അവനെ പിടിച്ച് ഫയർ ചെയ്യും. 2 ജഡ്ജിമാർ ഇവനെ ഇതേ പണി ഒപ്പിക്കുകയാണ്. അവൻ്റെ പേര് ഡൊണാൾഡ് ബ്രൗൺ എന്നാണ്. ആ ടാമ്പ കോർട്ടിലെ 2 ജഡ്ജിമാർ, ഒന്ന് പട്രീഷ്യ ഫെസറ്റ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജും ഒരു കെൻഡാൽ ഷാർപ്പ് എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജ് ടാമ്പയിലുള്ളതാണ്. അവൻ ഇൻകോമ്പിറ്റൻ്റാന്ന് പറഞ്ഞ് എഴുതി അവനെ ഫയർ ചെയ്തു കോർട്ടിൽ നിന്ന്. അപ്പോൾ അവൻ ഇത് മാറ്റി എഴുതുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പററി ഓർഡറിനെ ഇവർക്ക് അപ്പീൽ കോർട്ടിൽ കൊണ്ടുവരണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോർട്ട് ഓഫ് അപ്പീൽ ഫോർ ദി 11th സർക്യൂട്ട് എന്ന് പറയും. ആ കോർട്ട് ഇരിക്കുന്നത് അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. മനസ്സിലായോ? അതാണ് അപ്പീൽ ഈ ഫ്ലോറിഡ കോർട്ടിൽ നിന്ന് പോകുന്നത് അറ്റ്ലാന്റയിലേക്കാണ്, ഈ 11th സർക്യൂട്ട്. അപ്പോൾ അവിടുത്തെ കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കോംപ്ലിക്കേറ്റഡാണ്. മനസ്സിലായോ? ഇവർക്ക് വേണ്ട അന്ന് 27 or 28 ജഡ്ജിമാരുണ്ട് അറ്റ്ലാന്റ കോർട്ടിൽ, സീനിയർ ജഡ്ജിമാരും ആക്റ്റീവ് ജഡ്ജിമാരും. അപ്പോൾ ഇവർക്ക് വേണ്ട കുറച്ച് ആൾക്കാർക്ക് പോയെങ്കിൽ പണി ഒപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടുത്തെ കോർട്ടിൽ ജഡ്ജ് റോബർട്ട് വാൻസ് എന്ന് പറഞ്ഞ ഒരുത്തൻ, രണ്ടാമത്തത് ക്ലാരൻസ് ഓൾ ഗുഡ്, മൂന്നാമത്തത് ഒരു കറമ്പനാണ്, അമേരിക്കൻ കറമ്പൻ, അവൻ്റെ പേര് J.L. എഡ്മൺസൺ. യു സീ ദം, അതിൻ്റെ പിക്ചർ എല്ലാവരുടെ ഇല്ല. ഇവർക്ക് 3 ആൾക്ക് കേസാണ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലർക്ക് ഓഫ് ദ കോർട്ട്, ആ അറ്റ്ലാന്റയിലുള്ള കോർട്ടിൽ ഇവൻ നോക്കേണ്ടതാണ് ഈ കേസ് അപ്പീലിന് വരാവുന്നതാണോ, ഈ കേസ് കോർട്ടിന് കേൾക്കാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ അവനും കുറച്ച് മധുരം കൊടുത്തു. അവൻ്റെ പേര് ഐ കാൻ റിമെമ്പർ. അപ്പോൾ അവൻ കണ്ണടയ്ക്കുക, ഏത് ഈ കോർട്ടിൽ കേസ് വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ, ജഡ്ജിൻ്റെ ഓർഡർ ഡിസ്മിസ് ദ കേസ് വിത്തൗട്ട് പ്രിജുഡീസ് എന്നാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ട് ക്ലർക്ക് അത് ഓൺ ദ മെറിറ്റ് ആക്കുക. ഈ ഓൺ ദ മെറിറ്റ് മാത്രമേ ഈ അപ്പീൽ കോർട്ടിന് കേൾക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അഭ്യാസങ്ങൾ മനസ്സിലായോ? അപ്പോൾ ക്ലർക്കിന് പൈസ കൊടുത്തിട്ട് ക്ലർക്ക് ജഡ്ജ് എഴുതിയത് മാറ്റി എഴുതി. ആ ജഡ്ജിൻ്റെ ഡിസിഷൻ ബേസ്ഡ് ഓൺ a state court law, which is not the law at that time. They waited 4 years for the state court to render the decision to cook up. അത് കഴിഞ്ഞ് ഈ അറ്റ്ലാന്റയിൽ കേസാണ് ചെല്ലുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, അവരൊക്കെ ഈ ക്രൂക്സിൻ്റെ കയ്യിൽ ഇത് പോവുള്ളൂ. There are good judges. The cases don't go to the good judges. കാരണം അറിയാം, കോർപ്പറേഷൻ അറിയാം, അവർക്ക് എന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ജഡ്ജിൻ്റെ പേര് റോബർട്ട് വാൻസ്, ഞാൻ പറഞ്ഞിരുന്നു. അവനെ വേറൊരു ലിറ്റിഗൻറ്റ് ഒരു മെയിലിൽ ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് അയച്ചു, ബോംബ്, ഒരു ബോക്സിൽ വേറൊരു ജഡ്ജിൻ്റെ പേര് വെച്ചിട്ട്. ഇവനത് എടുത്താൽ തുറന്നു വഴി അവൻ്റെ കാറ്റ് പോയി. ഈ എൻ്റെ പാനലിലുള്ള 3 ജഡ്ജിമാരാണ്. ഇയാളുടെ പേര് റോബർട്ട് വാൻസ്. ഈസ് മർഡേഡ്. അയാളും ഇതുപോലെ ലിറ്റിഗേഷൻ നടത്തി, അയാളും അടുത്തു പോയത്, അയാൾ പ്ലെയിനൊക്കെ ഉള്ള ഒരാളായിരുന്നു. അയാളെ കഴിഞ്ഞ കൊല്ലം തൂക്കി ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നു. ആഫ്റ്റർ 35 കൊല്ലമാണ് ജയിലിലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ടോപ്പ് സീക്രട്ട്. അവരെന്താ നടക്കുന്നതെന്നുള്ള ഈ കോർട്ടിൽ നടക്കുന്നത്. രണ്ടാമത്തെ ജഡ്ജ്, അയാളുടെ പേര് ക്ലാരൻസ് ഓൾ ഗുഡ് എന്നാണ്. എൻ്റെ പാനലിലുള്ള ജഡ്ജിമാരാണ്, 3 ക്രൂക്കറ്റ് ജഡ്ജിമാർ. അവനൊരു ഗണ്ണെടുത്തിട്ട് അവൻ തന്നെ ഷൂട്ട് ചെയ്ത് മരിച്ചു. എന്തുകൊണ്ടാണ് അവനെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ആരോപിച്ചു എന്നൊന്നും
കോർട്ട് പറയില്ല, അതൊക്കെ ടോപ്പ് സീക്രട്ട് അമേരിക്കയിൽ. മൂന്നാമത്തെ ഉള്ളതാണ് ഒരു കറമ്പൻ, JL എഡ്മണ്ട്സ് എന്ന് പറയും, അമേരിക്കൻ ബ്ലാക്ക്. അവൻ കോർപ്പറേഷൻ്റെ ബുക്കിലാണ്, മനസ്സിലായി. ഈ 3 ജഡ്ജിമാരും കൂടിയിട്ട് അഫേംഡ്. അപ്പോൾ 5 മിനിറ്റിന് അവിടെ ഓറൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്നെ വിളിച്ചു 5 മിനിറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഓൾ ദ വേ അറ്റ്ലാന്റിക്ക് പോയി ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനും ഉണ്ട്, ഇവളുണ്ട്, ഈ വേശ്യ, എന്താ അവളുടെ പേര്, ആനി കൺവേ, ബിച്ച്. അവളപ്പം ലോയറാണ്. അപ്പോൾ ഈ കോർട്ടിനോട് പറയുന്നില്ല സത്യം ഈ കേസ് കേൾക്കാൻ പറ്റില്ല എന്നുള്ളത്. ബിക്കോസ് ദ കോർട്ട് കനോട്ട് ഹിയർ എൻ ഇൻ്റർലൂക്കറ്ററി ഓർഡർ. ദ കോർട്ട് ഓഫ് അപ്പീൽ ക്യാൻ ഓൺലി ഹിയർ ഫൈനൽ ജഡ്ജ്മെൻറ്റേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ, പ്ലെയേഴ്സൊക്കെ ഒരേ ടീമിലാണ്. ഈ 3 ക്രിക്കറ്റ് ജഡ്ജിമാരും ഇവളും ആനി കൺവേയും ഞാൻ ഒറ്റയ്ക്കുള്ളൂ. 5 മിനിറ്റ് പാക്ട് കോർട്ട് റൂം. ഒരു 300 ലോയേഴ്സ് ഉണ്ടെന്ന്, ഒക്കെ ടോപ്പ് ലോയേഴ്സ്. ഞാൻ മാത്രമേ ഒരു നോൺ ലോയർ ആ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഈ 2 വേർഡുണ്ട്, വിത്തൗട്ട് പ്രിജുഡീസ് എന്നുള്ളതും ഓൺ ദ മെറിറ്റും ഉള്ള ഡിഫറൻസ് അറിയില്ല. എനിക്കും അറിയില്ല. മെനി ലോയേഴ്സ് ഐ ടോക്ക് ടു സബ്സിക്വൻ്റ്ലി. ഞാൻ പല ലോ ഫേമിലും വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ആർക്കും അറിയില്ല വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസ്മിസൽ വിത്തൗട്ട് പ്രിജുഡീസ് ആൻഡ് എ ഡിസ്മിസൽ ഓൺ ദ മെറിറ്റ്. ഈ കേസ് ഈ അപ്പീൽ കോർട്ടിന് കേൾക്കാൻ പറ്റുന്നത് if it is a final decision on the merit. So, they bribing the clerk of the court, Donald Brown, they changed it. You understand? And I didn't know at the time, so I didn't bring up this argument. അത് കഴിഞ്ഞ് ഞാനൊരു 2-3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ന്യൂയോർക്കിലൊരു ലോ ഫേമിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ മാഗസിൻ കിട്ടും, ഈ ലോ ജേർണൽ എന്ന് പറഞ്ഞിട്ട്. ആ ലോ ജേർണൽ ഞാൻ വായിച്ചപ്പോൾ ഐ ലേൺഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസ്മിസൽ ഓൺ ദ മെറിറ്റ് ആൻഡ് എ ഡിസ്മിസൽ വിത്തൗട്ട് പ്രിജുഡീസ്. അപ്പോൾ ഈ കേൾക്കാൻ പറ്റാത്ത കോർട്ടിനെ കൊണ്ട് ഇവർ കേൾപ്പിച്ചിരിക്കുകയാണ്. ഈ 3 ജഡ്ജിമാർക്കും കൈക്കൂലി കൊടുത്തിട്ട്. അപ്പീലാണ് പറയുന്നത്. US സുപ്രീം കോടതി താഴെയുള്ളതാണ്. അമേരിക്കയിൽ 13 സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീലാണ്. 12 സർക്യൂട്ടും ഒരു DC സെപ്പറേറ്റ് ഒരു കോർട്ടുമുണ്ട്. ഈ 13 സർക്യൂട്ടിൽ ഈ സെയിം ലോ ആണ്, സെയിം തിങ്. യു ക്യാൻ ഓൺലി ഗോ ഫോർ എൻ അപ്പീൽ ഫ്രം എ ഫൈനൽ ഡിസിഷൻ. ഇവരെന്താ ചെയ്യാറുള്ള, ഈ ക്ലർക്കിന് പൈസ കൊടുത്തിട്ട് അവനത് ഫൈനലാക്കി, ജഡ്ജി പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആക്കി. മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ ഈ ലോ ജേർണൽ പഠിക്കായപ്പോഴാണ് ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. എന്ത്, ഈ ഡിസ്മിസൽ വിത്തൗട്ട് പ്രിജുഡീസ് ആൻഡ് ഡിസ്മിസൽ ഓൺ ദ മെറിറ്റ് ഇസ് എ മൗണ്ടൻ ഓഫ് ഡിഫറൻസ്. ഉടനെ ഞാൻ ടാമ്പയ്ക്ക് ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. അമേരിക്കയിലൊക്കെ മോഷനാണ്, MOTION, മോഷൻ, നോട്ട് ലൂസ് മോഷൻ. ഓക്കെ, so that motion I submitted asking the court to amend the judgment based on Rule 59 of the Federal Rules of Civil Procedure. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് സംഗതി അറിയാമെന്നുള്ളത്. അങ്ങനെ ഈ ജഡ്ജ്, ഇത് SOB ജഡ്ജ് ടെറൽ വില്യം ഹോജസ്, issued an amended order. You will see that as my exhibit G1 through 5. He is telling the clerk made a mistake, it's a clerical error, so we are asking the new clerk to amend the judgment retrospective effect from the original date of entry. മനസ്സിലായോ? 85 ഉണ്ടാക്കിയ മിസ്റ്റേക്ക് തെറ്റാണെന്ന് ജഡ്ജ് അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ ഇവർ പണി ഒപ്പിച്ചാലാണ്, ഒക്കെ കൂടി പ്ലാൻ ഒപ്പിച്ചാലാണ്, ഈ കമ്പനിയും ലോയേഴ്സും കൂടിയിട്ട്. ഈ കുതിസി മോളുകൾ കൂടൊക്കെ അതിൻ്റെ പാട്ടാണ്. ഈ ആനി കൺവേ എന്ന് പറയുന്നത്, പീറ്റർസ് ഒക്കെ കളിയാണ്. അങ്ങനെ ഈ ജഡ്ജ് അമൻഡ് ചെയ്ത അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ ഓർഡർ, ടെമ്പററി ഓർഡർ. ഈ ജഡ്ജ് ഈ ട്രയൽ പിന്നെയും കണ്ടക്ട് ചെയ്യില്ല. മനസ്സിലായോ? ഈ ട്രയല് അവൻ ക്ലർക്ക് എഴുതി തെറ്റാന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
and the judge issue an amended order saying that case is dismissed without prejudice എന്ന് പറഞ്ഞാൽ ആ പ്രിജുഡീഷ്യൽ ഓർഡർ അപ്പീൽ ചെയ്യാൻ പറ്റില്ല, അപ്പീൽ ചെയ്തതാണ്. ആ വേറെ സംഭവം കൂടി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ 11th സർക്യൂട്ട് ഇത് അഫേം ചെയ്തു. ഒരു വേർഡാണ് അഫേം, AFFIR, അഫേം. ഏത് ലോവർ കോർട്ട് ചെയ്തു. ഞാൻ സുപ്രീം കോർട്ടിൽ അപ്പീൽ ചെയ്തു, US സുപ്രീം കോർട്ടിൽ 86 കേസ് നമ്പർ 86-6168. Those who are interested in, they can get it. I've got a copy of the petition they filed and my file. അപ്പോൾ ഇവരുടെ ആർഗ്യുമെൻ്റ് ഈ സെയിം ലോയർ ഈ ആനി കൺവേയും ഈ പീറ്റർ സി നമ്പറും പറയാണ്, മിസ്റ്റർ ഡേവിഡ്, ദിസ് കോർട്ട് ഹാസ് നോ ജുറിസ്ഡിക്ഷൻ. ദിസ് കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിന് ഇത് കേൾക്കാൻ അധികാരമില്ല. ബിക്കോസ് ഈ ജഡ്ജ്മെൻറ്റ്, ലോവർ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഒരു ടെമ്പററി ഓർഡറാണ്. ഇറ്റ് ഈസ് അൺഅപ്പീലബിൾ. സോ ദ സുപ്രീം കോർട്ട് ഹാസ് നോ ജുറിസ്ഡിക്ഷൻ. ദ സുപ്രീം കോർട്ട് ക്യാൻ ഓൺലി take a case if it is decided on the merit. So ഇവർ ആർഗ്യൂ ചെയ്യാണ് സുപ്രീം കോർട്ടിൽ, US സുപ്രീം കോർട്ടിൽ കേസ് നമ്പർ 86-6168 പറയുന്നത് the Supreme Court has no jurisdiction because the lower court's order is a temporary order. So US Supreme Court denied certiorari. Certiorari means you ask the court to review, so they denied. അതിന് ശേഷമാണ് ഈ ടാമ്പ കോർട്ടിൻ്റെ ഡിസിഷൻ രണ്ടാമത്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നത്തെ അഭ്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ടാമ്പയിലെ പുതിയ ജഡ്ജുണ്ട്, ചീഫ് ജഡ്ജ്, ആൾക്കൊരു എഴുത്തെഴുതി. അയാളുടെ പേര് മെറി ഡേ എന്നാണ്. മെറി ഡേക്ക് എഴുതി പറഞ്ഞു, നിങ്ങളുടെ കേസ് തള്ളി. ഞാൻ പറഞ്ഞു ഈ കേസ് തള്ളി എന്ന് പറഞ്ഞ് മിസ്റ്റേക്ക് കൊണ്ട് ചെയ്തതാണ്. ഈ ജഡ്ജ് അമെൻഡ് ചെയ്ത ഓർഡർ ഇതാണ്, അതുകൊണ്ട് ഇത് കേസ് കണ്ടിന്യൂ ചെയ്യണം. അവൻ അഭിനയിക്കുക. അവരൊക്കെ ഈ കളിക്കാർ മുഴുവനും ഇവരുടെ പേരോടുള്ള ജഡ്ജിമാരാണ്, മനസ്സിലായോ? സോ ഞാൻ വേറൊരു മോഷൻ ഫയൽ ചെയ്തു സുപ്രീം കോർട്ടിൽ. അതിൻ്റെ കേസ് നമ്പർ 15-9100 സുപ്രീം കോർട്ട് കേസാണ്. 2015 ഫയൽ ചെയ്താണ്. അതിൻ്റെ 15-9100 എന്ന കേസ്. അപ്പോൾ ഈ കോർട്ടിൽ നിന്ന് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് അത് ആരെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലർക്കിൻ്റെ ഓഫീസാണ് സുപ്രീം കോർട്ടിലെ. അവർ ഈ ബട്ടണിൽ ഇത് കൈ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കൽ ഇതുവരെയാണ് ഡിനൈഡ്, മനസ്സിലായി? ജഡ്ജിമാർ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അവിടെ ആ കൂടി 9 ജഡ്ജിമാരാണ്. 8 ജഡ്ജിമാരുണ്ടായിരുന്ന ഒരെണ്ണത്തിന് വേണ്ടി 1.5 കൊല്ലം ഫൈറ്റ് നടന്നു US കോൺഗ്രസ്സിൽ, മനസ്സിലായോ? ആരെ വയ്ക്കണം എന്നുള്ളത് ഒക്കെ കളിയാണ്, ഇപ്പോൾ പബ്ലിക്കിന് അറിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ജഡ്ജിനെ, നീൽ ഗോർസച്ച് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിനെ വെച്ചത്. അതുപോലെ ഫൈറ്റ്, ഭയങ്കര ഫൈറ്റ് നടന്നു. അത് കഴിഞ്ഞിട്ട് കവനാഗ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിനെ കഴിഞ്ഞ കൊല്ലം വെച്ചു. അപ്പോൾ അയാളെ വെച്ചപ്പോൾ ഇതുപോലെ പെണ്ണുങ്ങളുടെ കേസുകളൊക്കെയാണ് കൊണ്ടുവന്നത്. 15 വയസ്സിൽ അവൾ സെക്സ് നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഇവനായിട്ട് സെക്സ് നടത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ അപവാദങ്ങളായിരുന്നു ഈ ജഡ്ജിനെ പറ്റി സുപ്രീം കോർട്ടിൽ വയ്ക്കുന്നത്. അങ്ങനെ ഈ ക്ലർക്കിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ലെറ്റർ വരികയാണ്, നിങ്ങളുടെ പെറ്റീഷൻ ഫോർ റിറ്റ് ഓഫ് മാൻഡമസ് ഡിനൈഡ്. ഞാൻ പറയുന്നത് ഈ കോർട്ട് മിസ്റ്റേക്ക് ചെയ്തു പോയി. ഈ ജഡ്ജ് ഈ JL എഡ്മൻസനാണ്, ബാക്കിയുള്ള 2 ആളെയും തട്ടിപ്പോയി, മറ്റ് 2 ജഡ്ജിമാർ. അവനോട് ഞാൻ ഈ കേസ് റീകോൾ മാൻഡേറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. റീകോൾ മാൻഡേറ്റ് മീൻസ് ദ കോർട്ട് ഇഷ്യൂഡ് ആൻ ഓർഡർ ബൈ മിസ്റ്റേക്ക്. വി ആർ ആസ്കിംഗ് ദ കോർട്ട് ടു റീകോൾ. ദ കോർട്ട് ഹാസ് ദ പവർ അണ്ടർ ഫെഡറൽ റൂൾസ് ഓഫ് അപ്പീൽ പ്രൊസീജിയർ സെക്ഷൻ 35. അപ്പോൾ ഞാൻ ഈ കോർട്ടിനോട്, ഈ ഫെഡറൽ കോർട്ട് ഓഫ് അപ്പീൽ 11th സർക്യൂട്ടിനോട് പറയാണ്, ഐ വാണ്ട് എൻ ബാങ്ക് ഹിയറിംഗ്. എൻ ബാങ്ക് എന്ന് മീൻച്ചാൽ അവിടുത്തെ കംപ്ലീറ്റ് ജഡ്ജിമാർ ഇരുന്ന് കേൾക്കേണ്ട കേസാണ്, അതുകൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പർ അങ്ങോട്ട് ഫയൽ ചെയ്യുമ്പോൾ ഈ കോർട്ടിൽ ഇവരുടെ കുറേ ആൾക്കാരുണ്ട്, ചമച്ചകൾ, പൈസ കൊടുത്തുള്ളവർ. ഈ കേസ് ഈ കംപ്ലീറ്റ് പാനലിന് പോവില്ല. ഈ ഗവൺമെൻറ് അടുത്ത് പേപ്പർ പോവുള്ളൂ.
ഈ കറുമ്പൻ, ഈ ജയൽ എഡ്മൺസ് എന്ന് പറയുന്നവൻ ജൂലൈ 2012 തൊട്ട് ഡിസ്ക്വാളിഫൈഡ് ജഡ്ജ്, അയാൾ റിട്ടയർഡ് ജഡ്ജാണ്. റിട്ടയർഡ് ജഡ്ജിന് ഒരു കേസ് കിടക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ ചോദിക്കുകയാണ് ഈ ഫെഡറൽ റൂൾസ് ഓഫ് അപ്പീൽ പ്രൊസീജിയർ 35 പ്രകാരം ഈ നമ്മൾ ആസ്ക് ചെയ്യുമ്പോൾ ഈ 3 ജഡ്ജിമാർ മിനിമം വേണം, ആക്റ്റീവ് ജഡ്ജിമാർ. ഇവർ 3 ആക്റ്റീവ് ജഡ്ജിനും കൊടുക്കില്ല, ഈ ബാങ്ക് കോർട്ടിനും കൊടുക്കില്ല. ഇതാ കിട്ടിയ വഴിക്ക് ഇവൻ്റെ ചർച്ചകളുണ്ട് ഈ കമ്പനിയുടെ, കോർപ്പറേഷൻ്റെ ഇൻസൈഡേഴ്സ് എന്ന് പറയും. ആ ഇൻസൈഡേഴ്സ് ഇതാ കിട്ടിയ വഴിക്ക് പതുക്കെ ജഡ്ജിനെ കൊടുക്കും. ആർക്ക്? റിട്ടയർ ചെയ്ത ഈ ക്വാളിഫൈഡ് അല്ലാത്ത ജഡ്ജിന്. അതാ കിട്ടിയ വഴിക്ക് ഇവൻ്റെ ഓർഡർ, പെറ്റീഷൻ ഡിനൈഡ്. Mr. David is not authorized to file any more papers on this closed file. Okay? ചെയ്യുന്ന ആരാണ്? ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഈ കറുമ്പൻ. നിയമപ്രകാരം അവന് he cannot take part in the affairs of the court. They can only be handled by 3 active judges, not a retired judge. I am asking the entire court should hear, because they made grave errors, one after the other. അത് കഴിഞ്ഞ് ഈ കറുമ്പൻ തള്ളി എൻ്റെ ഓർഡർ, and he directed the clerk of the court. അവിടുത്തെ ക്ലർക്കോട് പറയാം, ഇനി ഒരു കേസും മിസ്റ്റർ ഡേവിഡിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കരുത്. മനസ്സിലായോ? അവൻ അതോറിറ്റി ഇല്ലാത്ത ആളായി പറയുന്നത്. ഇവൻ പറഞ്ഞ ഐ ഡോണ്ട് കെയർ. ഞാൻ എന്ത് ചെയ്തു? രണ്ടാമതൊരു ഫെഡറൽ റൂൾസ് ഓഫ് അപ്പീൽ പ്രൊസീജിയർ 35 രണ്ടാമതൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു, സീക്കിംഗ് ആൻഡ് ബാങ്ക് ഹിയറിംഗ്. അപ്പോൾ ഈ 35 റൂൾ പറയുന്നത് you have to give the reason why you want the court to consider. Okay, why? Appo when there is a question, a major issue, major question of law, it has to be heard by an embanked hearing, not by not by one retired judge. It should be heard by the entire court or by at least 3 active judges. ഈ കറുമ്പൻ എന്താ ചെയ്യുന്നത്? അവൻ പിന്നെയും ഡിനൈ ചെയ്തു. കളി മനസ്സിലാക്കണം. ഇത് കോർട്ടിലാണ് പറയുന്നത്, അമേരിക്കൻ കോർട്ടിലാണ് നടക്കുന്നത് ഈ കളികൾ. മനസ്സിലായോ? ഇഷ്യൂ എന്താ കോർട്ടിൽ? 2 പേജുള്ള റിലീസ് വാലിഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. കൊല്ലത്രയായി 38 years. I filed another case. ഇവൻ കറുമ്പൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ ഒക്കെ കളിയാണ്. ഈ കോർട്ടിന് മുഴുവനും നടക്കുന്ന കളികളാണ്. നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും ഈ കളികളില്ല. ഒരു ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പേപ്പർ നാളെ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും വരും. അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോർപ്പറേഷന് എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? പൈസ കൊടുക്കുക, ഒരു ജഡ്ജിനെ തട്ടിക്കഴിഞ്ഞാൽ ഇവർ 3 ഇരട്ടി സാലറി കൊടുത്ത് അവനെ വയ്ക്കും, ഇവരുടെ ലീഗൽ അഡ്വൈസറായിട്ട്. അല്ലെങ്കിൽ ക്ലർക്കിനെ തട്ടിക്കഴിഞ്ഞാൽ അവന് പറയും, നിനക്ക് 10,000 സാലറി ഉണ്ടെങ്കിൽ ഞങ്ങൾ 30,000 തരാം, 30,000 ഉണ്ടെങ്കിൽ 100,000 തരാമെന്ന് പറയും. ഇതാണ് ഈ കോർപ്പറേഷൻ്റെ കളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 38 കൊല്ലത്തെ ബാക്ക് വേജസ് തരണം, എൻ്റെ പെൻഷൻ തരണം, ഒരു മാസം ഒരു $3,000 തരണം. മനസ്സിലായോ? അതൊന്നും ഇവർക്ക് തരാൻ പറ്റില്ല. പക്ഷേ ഇവരൊരു $30 മില്യൺ സ്പെൻഡ് ചെയ്തു ഏതിന്? ലിറ്റിഗേഷന് മാത്രമായിട്ട്. അത് കൂടാതെ കണ്ട് ഈ പപ്പറ്റ് ജഡ്ജിമാർക്ക് അടിയിൽ കൂടെ പൈസ കൊടുക്കുക. മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല. എൻ്റെ കേസ് നമ്പർ 15-9100. I'm getting a letter. Petition for a writ of mandamus denied.
ഈ കിളവന്മാരും കിളവിൻ 85-90 വയസ്സായ ആൾക്കാരാണ്. അവർക്കിത് വായിക്കാണ്ട് ഒരു കൊല്ലത്തിന് 10,000-ലും കൂടുതൽ കേസ് കിട്ടും സുപ്രീം കോർട്ടിൽ. ഈ ഒരു ജഡ്ജിൻ്റെ പേര് ഗിൻസ്ബർഗ്, ബെഡാർ ഗിൻസ്ബർഗ് എന്ന സ്ത്രീയാണ്. അവർക്ക് 86 വയസ്സായി. ഒരു ജഡ്ജി ഇപ്പോൾ കഴിഞ്ഞ ഒരു ഫ്യൂ മന്ത്സ് കെനഡി എന്ന് പറഞ്ഞ ഒരാൾ റിട്ടയർ ചെയ്ത് 85-ലാണ്. അങ്ങനെ പല ജഡ്ജിമാരും നമ്മുടെ ഇന്ത്യയിലല്ല, ഇവിടെ 65-ൽ മാൻഡേറ്ററി റിട്ടയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കളി നടക്കില്ല. ഇന്ത്യയിൽ, അമേരിക്കയിൽ ഇവർ പെർമനൻ്റ് ആയിക്കുമ്പോൾ അവർക്ക് ഈ 10,000 കേസ് ജഡ്ജിമാർ വായിക്കും ഒരു കൊല്ലം. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഈ പെറ്റീഷൻ എന്നെ ഡിനൈ ചെയ്തു എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ഡിസിഷൻ മുഴുവനും സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഡിസിഷന് കംപ്ലീറ്റ് എതിരായിട്ടാണ്. മനസ്സിലായോ? ഞാൻ അടുത്ത പെറ്റീഷൻ ഫയൽ ചെയ്ത് US സുപ്രീം കോർട്ടിൽ. ആ കേസ് 16-9624 എന്നാണ് കേസ് നമ്പർ. നിങ്ങൾ കാണുക കേസിൽ. അപ്പോൾ സുപ്രീം കോർട്ട്, ഞാൻ ഈ ഫയൽ ചെയ്തപ്പോൾ എനിക്ക് ഒരു ചെറിയ പെൻഷനാണ് കിട്ടുന്നത് US ഗവൺമെൻറ്റിൻ്റെ. സോ അണ്ടർ ദ ലോ, if you don't have X amount of income, then you can proceed in forma pauperis. പൈസ ഇല്ലാന്ന് പറഞ്ഞൊരു പേപ്പർ ഫയൽ ചെയ്യണം. അത് പ്രിസണേഴ്സിനൊക്കെ കിട്ടും, ക്രിമിനൽ ഡിഫൻഡൻറ്റ്. Plaintiff in a civil case, I don't know, they have the discretion to grant or not to grant, because applying the law, US law, should apply to prisoners as well as to persons who do not have sufficient means. Supreme Court case 16-9624 allowed me to file the petition, okay, and pay the fee. So നിങ്ങൾ കാണാൻ പോകുന്ന സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നൊരു 40 സെറ്റ് ഓഫ് ബ്രീഫ് ഫയൽ ചെയ്യണമെന്നാണ്. 40 സെറ്റ് ബ്രീഫും which is this high in boxes. അത് 3 ബോക്സായി ഞാൻ സുപ്രീം കോർട്ടിലേക്ക് അയച്ചു. ഇറ്റ് കോസ്റ്റ് മീ ഒരു 1.5 ലക്ഷത്തോളം ചിലവായി. അതിൻ്റെ പോസ്റ്റേജും പ്രിൻ്റ് ചെയ്ത് സിറാക്സിങ് കോസ്റ്റ് ആൻഡ് അതർ തിങ്സ്. $300 അവരുടെ ഫീസാണ്. അതൊരു 20,000 21,000 വരും. അതും കൂടി ഞാൻ സുപ്രീം കോർട്ടിലേക്ക് അയച്ചു, US സുപ്രീം കോർട്ട്. അതവിടെ അയച്ച വഴിക്ക് അവിടുത്തെ ഒരു പെണ്ണ്, അവരുടെ ടൈറ്റിൽ ലീഗൽ അനലിസ്റ്റ് എന്നാണ് US സുപ്രീം കോർട്ടിലെ. അതാ കിട്ടിയ വഴിക്ക് ഇവിടുത്തെ വായിക്കാറില്ല ഇംഗ്ലീഷ്. കേസ് നമ്പർ 1591 എന്ന് എഴുതിയിട്ട് ആ കേസിനല്ല ഞാൻ പൈസ കൊടുക്കുന്നത്. 16-9624 ആ പേപ്പർ കൊണ്ട് അയക്കുകയാണ്. എനിക്ക് തിരിച്ചയക്കാൻ കേട്ടോ ഇന്ത്യക്ക് 4 ബോക്സിൽ. എന്ത് പറഞ്ഞിട്ട്, you have to do this pursuant to the rules so and so. That is exactly what I have done. Okay, this idiot, her name is Melissa Blarlock, that's her name. I tried to get her background information. When I googled, there are so many persons with the same name, so we don't know which one is which. I found out one woman who used to work for Coca-Cola company. So I began to think she could be, because there are so many, if you Google it, you say Blarlock, there are so many. So I couldn't get a picture to show you. She denied. അത് കിട്ടിയ വഴിക്ക് ഞാൻ ഈ ചെക്ക് ബാങ്ക് ഡ്രാഫ്റ്റ് ഞാൻ ചീഫ് ജസ്റ്റിസ്
ജോൺ ജി റോബർട്ട്സ് എന്നായുള്ള പേര്, ചീഫ് ജസ്റ്റിസ്. അയാൾക്ക് അയച്ചു, telling him this is the court's order, so I'm sending the check, the brief was sent, this woman returned it എന്ന് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഈ ക്ലർക്കിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. ഇവരൊക്കെ ഡിഫറെൻറ്റ് ബിൽഡിങ്ങിലായിരിക്കും. അത് കിട്ടിയപ്പോൾ അടുത്ത പപ്പറ്റ്, ഇവരൊക്കെ പ്ലെയേഴ്സാണ്. അവരുടെ പേര് ജെഫ്രി അറ്റ്കിൻസ്. ആ ഇഡിയറ്റ് എന്താ ചെയ്യുന്നത്? ഈ 5 ലൈനിലുള്ള കോർട്ടിൻ്റെ ഓർഡറാണ്. ആ ഓർഡർ പറയണേ, ദ പെറ്റീഷൻ ഫോർ റിറ്റ് ഓഫ് മാൻഡമസ് ആൻഡ് മോഷൻ ടു പ്രൊസീഡ് ഇൻ ഫാർമർ പ്രോപ്പർ ഈസ് ഡിസ്മിസ്ഡ് അൺലെസ് petitioner pays the docketing fee and submit the petition pursuant to the rule so and so of the Supreme Court. That is exactly what I have done. But this idiot, super idiot, he says the case is dismissed. And that's the end of the case. He is only a what is called a clerk. Okay? He has no authority to overrule the Supreme Court of the United States. Supreme Court പറയുന്ന ഓർഡറിനെ ലംഘിച്ചിട്ട് ഇവന് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ജോബ് ഈസ് പ്യൂർലി മിനിസ്റ്റീരിയൽ. മിനിസ്റ്റീരിയൽ എന്ന് പറഞ്ഞാൽ his job is to carry out what the Supreme Court ordered him to do. I sent another letter, the chief clerk, അയാളുടെ പേര് സ്കോട്ട് എസ് ഹാരിസ്. അവനാണ് ചീഫ് ക്ലർക്ക്. അവനാണ് ഈ ജഡ്ജിമാരെ സുപ്രീം കോർട്ടിലെ, US സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരെ ഡെയിലി കാണുന്നതും ഏത് കേസ് നമുക്ക് ഒപ്പിക്കണം, ഏത് കേസ് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത്. വെച്ചാൽ അവരുടെ റൂള് ഉള്ളത്, അവർ 80 കേസേ കേൾക്കുള്ളൂ ഒരു കൊല്ലത്തിൽ. 80 കേസ്, 10,000 കേസ് ഫയൽ ചെയ്താൽ 80 കേസ് ചെയ്താൽ ബാക്കി എന്താ 9,920 cases go unheard. You hear these people? 10,000 കേസ് ഫയൽ ചെയ്താൽ 80 കേസേ കേൾക്കുള്ളൂന്ന്. ആ കേൾക്കുന്നത് എങ്ങനെയാ? based on the questions of law. I mean questions presented, not questions of law. Questions presented. ഭംഗിയിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ 9,920 cases go unheard. അപ്പോൾ ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പപ്പറ്റ് കോർട്ടിൽ എന്ത് ചെയ്യുന്നോ അത് ഇവർ കണ്ണടച്ച് സമ്മതിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ അറ്റ്ലാന്റയിലെ ജഡ്ജിനെ ബോംബ് വെച്ച് ഒരുത്തൻ തട്ടി, രണ്ടാമത്തെ ജഡ്ജി ഗണ്ണെടുത്ത് വെടിവെക്കാത്ത കാരണം ഇതേ കളി നടക്കുകയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഞാൻ ഈ ക്ലർക്കിനെ കംപ്ലൈൻറ്റ് ചെയ്തു. അവൻ മിണ്ടില്ല. ഈ സ്കോട്ട് ഹാരിസ് എന്ന് പറഞ്ഞ ആൾ മിണ്ടില്ല. അതിന് ഉത്തരമില്ല. ഞാൻ പറയുന്നതിനൊന്നും ഉത്തരമില്ല. വെച്ചാൽ അവന് ഉത്തരം പറയാനില്ല. അങ്ങനെ ഞാൻ ഈ സ്കോട്ട് ഹാരിസിനെ ഞാൻ ബാർ കൗൺസിലിൽ ഇവരുടെ പേരിൽ DC സർക്യൂട്ടിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. ഹി ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ജോബ്. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് അവിടുത്തെ ചീഫ്, ഈ ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ ചീഫാണ് ചെയ്യേണ്ടത്. ആ ചീഫിന് പേപ്പർ പോവില്ല. അവിടുത്തെ ഒരു ഡെപ്യൂട്ടി ക്ലർക്ക് നീർ, അവളെന്താ ചെയ്യുന്ന ഒരു ഓർഡർ തരികയാണ്. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരെ? ഈ ക്ലർക്ക് ഓഫ് ദ കോർട്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളൻ വേറെ കള്ളനിലേക്ക് പോവുക, ആ കള്ളൻ്റെ അടുത്ത് അടുത്ത കള്ളന് പോവുക, അടുത്ത കള്ളന് പോവുക. ഇതാണ് അമേരിക്കയുടെ സിസ്റ്റം ഓഫ് ജസ്റ്റിസ്. അമേരിക്കൻ സിസ്റ്റമാണിത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അമേരിക്കയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളോ പിള്ളേർ വിചാരിക്കും ചെറുപ്പത്തിൽ അമേരിക്ക സ്വർഗമാണെന്ന്. ഇതാണ് അമേരിക്കയുടെ സ്വർഗം, ഞാൻ കണ്ട സ്വർഗം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു ഇട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബിൽ, an alleged terrorist, എന്താണ്, സീക്കിംഗ് ജസ്റ്റിസ് വിത്ത് എ വെഞ്ചൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഇടാൻ കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ് അമേരിക്കയിൽ നടക്കുന്നത് എന്നുള്ളത്.
ഒരു സെയിൻറ്റിനെ പിടിച്ച് അവർ ക്രൂസിഫൈ ചെയ്യും. ഇതാണ് അമേരിക്കൻ സിസ്റ്റം ഓഫ് ജസ്റ്റിസ്. വേറൊരു കാര്യം, ഈ കമ്പനികൾ കള്ളത്തരം ഒപ്പിക്കുന്നതിനെ പറ്റി ഈ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് എഴുതി. അപ്പോൾ ഈ ജഡ്ജിമാർ ഈ എല്ലാവരും നല്ലവരല്ലോ, അത് എഴുതിയപ്പോൾ ആ കംപ്ലൈൻറ്റ് അവർക്ക് തിരിച്ചയച്ചു, റിട്ടേൺ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് ഞാൻ ഒരു കംപ്ലൈൻറ്റ് അയച്ചു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, ഇൻസ്പെക്ടർ ജനറൽ. അപ്പോൾ റൂൾസിൽ പറയണേ, if there is a fraud, corruption, judicial corruption, you have to send a complaint to the Inspector General of the US Department of Justice. I'm getting 2 letters, not 1, 2. None of the letters were signed by anybody, no name. On their letterhead, no name. They are covered. Because I don't want to name who is telling. They are telling me the Department of Justice has no jurisdiction. You understand, folks? No wonder every week there is violence and mass murders. And there will continue to be. ഇതേ സിറ്റുവേഷൻ നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വെടിവെപ്പും കൊല്ലലും ആവും. കഴിഞ്ഞ ആഴ്ച എത്രയാ? 39 തന്നെ വെടിവെച്ച് കൊന്നു. അതൊന്നും പറയില്ല, അതൊക്കെ അവരുടെ ടോപ്പ് സീക്രട്ടാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇന്ത്യയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും അവരുടെ ക്രീം ഓഫ് ദ ക്രോപ്പ് അവർക്ക് വേണം. പക്ഷേ ദിസ് ഈസ് ദ സിറ്റുവേഷൻ യുവർ ചിൽഡ്രൻ ഗോയിങ് ടു ഫേസ്. മനസ്സിലായോ? അമേരിക്ക സ്വർഗമല്ല സാറേ. ആൾക്കാർ ഒന്ന് കേട്ടിട്ടേ ആ തംസ് അപ്പ് തരാം എനിക്ക് ഒന്ന് പ്ലീസ്, ആൻഡ് ഷെയർ ദിസ് so that America will no longer say we have the rule of law. This is the rule of the jungle. You understand? A court, US Supreme Court only hears 80 cases. 9,920 cases go unheard. Mine is one of them. You understand the corruption, how it works? How you pay the money? You can get anybody out of the prison if you have the money. Or even if a double murderer like O.J. Simpson can get away. Double murderer, you must have seen that on court TV. അവൻ്റെ ഭാര്യയും അവൻ്റെ കാമുകിയെയും ഇടിച്ചു കൊന്നിട്ട് അവൻ പ്ലെയിൻ കയറി ചിക്കാഗോയിലേക്ക്. അവനെ വെറുതെ വിട്ടു. ഒരു സെക്സ് മാനിയാക്ക് ഉണ്ടായിരുന്നു, അയാളൊരു forgot his name, അവനെ വെറുതെ വിട്ടു. നമ്മുടെ ഒരു മലയാളിയുണ്ട്, അമേരിക്കയിൽ ജയിലിൽ കിടക്കുകയാണ്. അവൻ്റെ പേര് ആനന്ദ് ജോൺ എന്ന് പറയും. അവൻ കാലിഫോർണിയയിലാണ് ഇപ്പോൾ പ്രിസണിൽ തോന്നുന്നത് എനിക്ക്. അവൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ, അവൻ റേപ്പിസ്റ്റാണ്. പക്ഷെ മറ്റ് റേപ്പിസ്റ്റൊക്കെ രക്ഷപ്പെട്ടു പോവാം. മനസ്സിലായോ? അതാണ് അവിടുത്തെ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ്. സോ ഡോണ്ട് തിങ്ക് by sending your children's children to go to America, they got a major problem. And I am a living proof. And I am ashamed to say I'm an American. Became an American by necessity. My children's children, they all live in America. But I have no faith in the US government. Doesn't matter which political party come to power, is a Republican or Democrats. They are all same. Thank you guys. Thank you for listening to me.